ഞങ്ങളാരും യേശുവിനെ തേടിപ്പോയവരല്ല. ഞങ്ങളൊക്കെ നല്ല ഹൈന്ദവ തീവ്രവാദികൾ. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും 108 ഉപനിഷത്തുകളും അരച്ച് കലക്കി കുടിച്ചു പഠിച്ചു മനസ്സിലാക്കി രക്ഷകനിൽ നിന്നും വളരെ വിദൂരയിൽ നിന്ന് രക്ഷയുടെ മാർഗമെന്നറിയാതെ നിരാശയുടെ നീർച്ചുടിയിൽ മരണമെന്ന് പറയുന്നതായി ഒരു ഭീകരനെ സ്നേഹിതനായി പാപമെന്ന് പറയുന്ന ഒരു പാപത്തിന്റെ ചാക്ക് ചുമന്നുകൊണ്ടിരുന്ന ജീവിതങ്ങളായിരുന്നു ഞങ്ങളൊക്കെ. എന്നാൽ യേശുക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടുമുട്ടി. അവൻ ആഴമായി ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങളുടെ ജീവിതത്തെ അവൻ ഉഴുതുമറിച്ചു എന്ന് പറഞ്ഞാൽ വലിയ ആന്തരിക രൂപാന്തരം നൽകി. പ്രൈസ് ദി ലോർഡ്. ഇതൊരു മതപരിവർത്തനമല്ല പ്രിയപ്പെട്ടവരെ, ഇത് ആന്തരിക ഉള്ളിൽ നടക്കുന്ന വലിയൊരു മാനസാന്തരമാണ്. ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ, കോട്ടയം ജില്ലയിൽ നെടുങ്ങുന്നു നമ്മുടെ പെന്തക്കോസുകാരും ഇല്ല. 40 വർഷം മുമ്പ് പിന്നെ വല്ലപ്പോഴും TPM-കാരൻ റോഡിൽ കൂടെ സൂദ്രം എന്ന് പറഞ്ഞ് ഇതിങ്ങൾ കടന്നു പോകുമെന്നുള്ളതേ ഉള്ളൂ. അവർ വീട്ടിലോട്ട് വരത്തുമില്ല. സമാന്തര പെന്തക്കോസിൽപ്പെട്ട സഭകളൊക്കെ പിന്നീടാണ് അവിടെ രൂപം കൊണ്ടത്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാനുള്ള യാതൊരു സാഹചര്യവും ലഭിച്ചിരുന്നില്ല. എങ്കിലും അവിടെ ഈ TPM പെട്ടതായിട്ടൊരു കർത്തൃദാസൻ, ഒരു ദൈവദാസിയെ ഒരു 10-25 പേര് ഞങ്ങളുടെ തോട്ടിൽ സ്നാനപ്പെടുത്തുമ്പോൾ അവിടെ ആൾക്കാരെല്ലാം വളരെയധികം പേര് കൂടിയിട്ട് അവരെ വളരെ പരിഹസിച്ചു. ഇതെന്താണ് ഇവര് കാണിക്കുന്നത്? ഈ തള്ളയെ പിടിച്ച ഒരു വെള്ളത്തിൽ കൊല്ലുകയാണോ മുക്കുകയാണോ? അപ്പൊ അവിടെ കൂടിയിരുന്നതായ SNDP-യിൽ ഒരു രാഘവൻ ചേട്ടനുണ്ട് ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞിടാ, അവന് അയാൾ അമ്മച്ചിയെ വെള്ളത്തിൽ മുക്കുന്ന സമയത്ത് നീ ഒരു കൂവുകയാണെങ്കിൽ നിനക്ക് പരിപ്പോടം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അതോ ഇത് കേട്ടപ്പോൾ, അന്നത്തെ ഒരു പരിപ്പോടെന്ന് കേട്ടപ്പോൾ എന്റെ കൺട്രോൾ പോയി. 1 അല്ല 9 പോവാൻ ചേട്ടാ എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. രാഘവൻ ചേട്ടനെ അടിച്ചത് പറഞ്ഞത് വേറൊരാളാ. ഇത് പറയുകയാണെങ്കിൽ പരിപ്പോടം മേടിച്ചു കൊടുക്കാം. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ടും ചേട്ടോണ്ടും രാഘവൻ ചേട്ടൻ നിൽക്കുകയായിരുന്നു. പുള്ളി ഇങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കുക. ഞാൻ ഈ കൂവുന്നത് ഇങ്ങോട്ട് വന്ന 2 എണ്ണം എനിക്കിട്ട് വെച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറഞ്ഞേടാ, അവരുടെ ദൈവത്തെ അവർ വിളിക്കുവോ മുക്കുവോ സ്നാനപ്പെടുവോ അവരെന്തെങ്കിലും ചെയ്യട്ടെ, നിനക്കെതിരെ ചോദിക്കാനുള്ള കാര്യം എന്നാൻ ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരവരുടെ ദൈവത്തെ വിളിക്കട്ടെ. അതാണ് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മലയ്ക്ക് പോകുന്നവൻ മലയ്ക്ക് പോകട്ടെ, മക്കയ്ക്ക് പോകുന്നവൻ മക്കയ്ക്ക് പോകട്ടെ, പെന്തക്കോസിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന പെന്തക്കോസിൽ പ്രാർത്ഥിക്കാൻ പോകട്ടെ. അതെ, ആന്തരിക മനുഷ്യ മനസ്സിന് ലഭിക്കുന്ന ആന്തരിക രൂപാന്തരമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ മതത്തിന് വേണ്ടി വളരെയധികം ഓടിയ വ്യക്തിയാണ്. ഭാരത രാഷ്ട്രീയത്തിന്റെ ഒരു നല്ല കണ്ണിയായി സേവനമനുഷ്ഠിച്ച് സമാധാനം നഷ്ടപ്പെട്ട് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് മാനസികവും ശാരീരികവും സാമ്പത്തികവും എല്ലാം തകർന്ന് ആത്മഹത്യക്ക് വേണ്ടി ഒരു പേപ്പട്ടിയെ പോലെ ഒരു മനുഷ്യനാണ് ഞാൻ. കേരളത്തിന്റെ 4 ഭാഗങ്ങളിൽ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച് അവസാനം കനത്ത പരാജയം നേരിട്ട് തിരുവനന്തപുരം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ മരിക്കാൻ വന്നിരിക്കുകയും അതും പരാജയപ്പെട്ട അവസാനത്തെ അന്ത്യയാത്ര മംഗലാപുരം ട്രെയിനിൽ കയറി മംഗലാപുരം പട്ടണത്തിൽ ഇറങ്ങി മുമ്പോട്ട് നടക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരാളുടെ തോളിച്ചം തട്ടി, സാർ 1 മിനിറ്റ് നിൽക്കണം, എനിക്ക് ഈ റോഡിൽ കൂടെ പോയാൽ ആ ഭാഗത്ത് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചതാണ് വിഷയം. അദ്ദേഹം തിരിഞ്ഞു നോക്കി. അയാൾ ഒരു പെന്തക്കോസിലെ ഉപദേശിയായിരുന്നു. എനിക്ക് പെന്തക്കോസിലെ ഉപദേശിമാരെ ഇഷ്ടമല്ല. അവർ പാട്ടുപാടുന്നതും സ്വോത്രം പറയുന്നതും പെന്തക്കോസുകാരെ ഒട്ടുമേ ഇഷ്ടമല്ലായിരുന്നു. ദൈവത്തിന് മഹത്വം. കാരണം ഇവരെ കൊണ്ട് യാതൊരു ഗുണം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് മദ്യം മേടിച്ചു തരത്തില്ല, സിഗരറ്റ് മേടിച്ചു തരത്തില്ല, അടിപിടികളിൽ ഇവർ വരത്തില്ല, മറ്റനാവശ്യ വിഷയങ്ങളിലൊന്നും വരാത്തതുകൊണ്ട് കനത്ത വൈരാഗ്യം ഉണ്ടായിരുന്നു. എന്നാൽ മറ്റു പ്രിയപ്പെട്ടവരെ അങ്ങനെയല്ല, ഏത് പരിപാടിക്ക് വിളിച്ചാലും വരും. എന്നാൽ ഇവർ സമൂഹത്തിൽ വ്യത്യസ്തപ്പെട്ട് ചിതറിക്കിടക്കുന്ന ഒരു വർഗ സമൂഹമായിരുന്നു പെന്തക്കോസ്. ദൈവത്തിന് മഹത്വം. അംഗീകരിക്കാൻ പാടില്ലാത്തതും ഇവർ പറയുമ്പോൾ ചങ്കിന്റെ നാടൊക്കെ കൊണ്ടുകയറുന്ന പോലൊരു സ്വഭാവം ഉണ്ടാകുന്നു. ഇതൊക്കെ മനുഷ്യഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന പാപത്തെക്കുറിച്ച് വചനത്തിലൂടെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന ഞെട്ടലിനെ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം തിരിഞ്ഞു നോക്കി ഒരു പെന്തക്കോസിലെ ഉപദേശിയെ ഞാൻ മുമ്പോട്ട് നടന്നു. നിക്ക്, എവിടെ സഹോദര പോകണ്ടേ? ജീവിതത്തിൽ ആദ്യമായിട്ട് സഹോദര എന്നുള്ളൊരു വിളി എന്നെ വിളിച്ചത് ഒരു പാസ്റ്ററായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എവിടാണ് പോകേണ്ടത്? പെട്ടെന്ന് അദ്ദേഹം ഇവിടെ നിന്നു. ഞാൻ പറഞ്ഞില്ല എനിക്ക് മുമ്പോട്ട് പോകണം. നിക്ക് സഹോദര. എന്റെ അച്ചടി ഭാഷ കേട്ടപ്പോൾ കോട്ടയംകാരനാന്ന് തോന്നി. അദ്ദേഹം ഇവിടെ നിന്നു. ഞാൻ വഴി പറഞ്ഞു തരാം, ഞാനും മുമ്പോട്ടല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയി. എന്റെ ഉദ്ദേശം അദ്ദേഹത്തോട് പറഞ്ഞില്ല. അദ്ദേഹം കാസർഗോഡ് പ്രസംഗിച്ച ശേഷം മംഗലാപുരത്തേക്ക് ഒരു ആത്മപ്രേരിതനായി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ വെച്ച് പറഞ്ഞു, ഒരു പട്ടരുടെ ഹോട്ടലിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, വാ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം, നാട്ടുകാരൊക്കെ അല്ലേ. അയാൾ അങ്ങനെ ആദ്യമായിട്ടൊരു പെന്തക്കോസിലെ ഉപദേശമായിട്ട് ചായ കുടിക്കാൻ ഹോട്ടലിൽ കയറി അപ്പുറം ഇപ്പുറം ഇരിക്കുന്നു. അന്നേരമെല്ലാം ഞാൻ മൂകതയോടെ ഇരിക്കുകയാണ്. ആത്മഹത്യക്ക് വേണ്ടി ഒരു വ്യക്തി ഒരുങ്ങി കഴിയുമ്പോൾ അവൻ ലോകത്തെ മറക്കും. മൂകത അവനെ തളം കെട്ടും. അവന് പണമോ പൊന്നോ പണ്ടമോ സ്വന്തങ്ങളോ ബന്ധങ്ങളോ ഒന്നും അവന് വിഷയമല്ല. എത്ര കോടി കൊടുത്തെന്ന് പറഞ്ഞാലും എത്ര ലക്ഷങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞാലും അവനെ തള്ളിക്കളയും. ആ ദിവസങ്ങളൊക്കെ വളരെ മൂകതയും മന്ദതയുമായിരിക്കും. ഈ മരിക്കാൻ ആത്മഹത്യക്കുള്ള ആ ശ്രമത്തിന്റെ ആ ദിവസങ്ങളിൽ എന്റെ അപ്രകാരമായിരുന്നു. എനിക്കൊന്നു തന്നാലും എന്റെ മനസ്സ് മാറാത്ത രീതിയിൽ മറ്റൊരു മായാ ലോകത്തിലേക്ക് എന്റെ മനസ്സ് മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ ഇവിടെ ഇരുന്നു. അദ്ദേഹം അപ്പുറത്തിരുന്നു. 2 ചായ കൊണ്ടുവന്ന് ചൂട് ചായ ഒറ്റ വലിക്ക് ഞാൻ അകത്താക്കി. കാരണം അതൊരു മരണച്ചായ ആയിരുന്നു. ചൂടൊന്നും വിഷയമല്ല. ആത്മഹത്യ ചെയ്യാൻ പോകുന്നവർക്ക് ചൂട് വിഷയമല്ല. കൊടും ചൂടുടെ ചായ അകത്താക്കി. ആ മനുഷ്യൻ എന്നെ ഇങ്ങനെ കുറച്ചു നേരം നോക്കിയിരുന്നിട്ട് എവിടാ പോകണ്ടെന്നൊക്കെ ചോദിച്ചു. ഞാൻ മിണ്ടുന്നില്ല. അദ്ദേഹം അതൊരു വെളിപ്പാടും ദർശനമുള്ള AT ജോസഫ് ആറുപെങ്കിൽ ഇവിടെ പഴവങ്ങാടി BO റാന്നി ഐത്തല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു അനുഗ്രഹീത കർത്തൃദാസനായിരുന്നു അദ്ദേഹം.
ദൈവിക വെളിപ്പാടിൽ എന്റെ കനത്ത മാനസിക ദുഃഖങ്ങളും എന്റെ ഒറ്റപ്പെടലും ദൈവത്തെ ഇല്ലാതെയുള്ള യാത്രയും പാപത്തോടൊപ്പമുള്ള എന്റെ സഞ്ചാരപഥയും അദ്ദേഹം വ്യക്തമായിട്ട് ആത്മാവിന് മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, എത്രയോ ചെറുപ്പക്കാരാ നമ്മുടെ നാട്ടിലൊക്കെ വെട്ടാനും കുത്താനും മരിക്കാനും ഒക്കെ നടക്കുന്ന ഇവരൊക്കെ ദൈവത്തെ അറിഞ്ഞാൽ മതി, നാട് മുടിഞ്ഞു എന്ന് ആദ്യം പറഞ്ഞു. ഞാൻ ചോദിച്ച സാറിനെ അറിയുമോ? അത് ഞാൻ അറിയത്തില്ല, നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ടതല്ലേ ഉള്ളൂ, എന്നാൽ നമ്മളെ രണ്ടുപേരെ അറിയാവുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതാരെ? വെയിറ്റർ ആയിരിക്കും. അല്ല, പ്രൈസ് യേശു ക്രിസ്തുവിനെ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലേക്ക് ഇഷ്ടം പോലെ യേശു ഉണ്ട്. പ്രൈസ് പാവയുടെ വലിപ്പം മുതൽ ആളിന്റെ വലിപ്പം വരെയുള്ള യേശു ഞങ്ങളുടെ നാട്ടിലുണ്ട്. കാരണം അത് തന്നെയുമല്ല, എന്റെ പേര് ഗോപിനാഥനാചാര്യ എന്നാ. ഇവിടെ വേണ്ട ഞങ്ങളുടെ ഈ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് വേണ്ട സെന്റ് മേരി, ഗീവർഗീസ് പുണ്യാളച്ചൻ, യേശു ക്രിസ്തു, ഇങ്ങനെ പള്ളിക്ക് വേണ്ട ദൈവങ്ങളെല്ലാം ഉണ്ടായി കൊടുക്കുന്നത് ഞങ്ങളാണ്. അത് അച്ഛന്മാരും മെത്രാന്മാരും തിരുമേനിമാരും ഒക്കെ ഞങ്ങൾക്ക് ഓർഡർ തരും, ഞങ്ങൾ അഡ്വാൻസ് മേടിക്കും, അവരുടെ വലിപ്പത്തിന് സാധനം ഉണ്ടാക്കി കൊടുക്കും, ഞങ്ങൾക്ക് തുച്ഛമായ കാശും തരും, അവരത് വെച്ച് കോടികൾ ഉണ്ടാക്കും. ഇതാണ് അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. യശയപ്രവചനം വായിക്കുമ്പോൾ അറിയാം, ആശാരി കോല് കൊണ്ട് വൃത്ത യന്ത്രം വരച്ച് തിവിളി കൊണ്ട് ജിഗി മിനുസമാക്കി നിർത്തുന്നതൊക്കെ ഇതൊക്കെ അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞുകൊണ്ട് കാണിക്കുന്ന പരിപാടിയാ. ഇതിനൊക്കെ കനത്ത ശിക്ഷ വരും. വെളിപ്പാട് 20:11 ദൈവത്തിന് മഹത്വം. എന്നാൽ അവിടെ വെച്ച് പ്രിയപ്പെട്ടവരെ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെ ആ യേശുവിനെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അങ്ങനെ ഒരാൾ മരിച്ച ഒരാളെ എങ്ങനെയെങ്കിൽ? അദ്ദേഹം പറഞ്ഞല്ല, ആ യേശു ഇന്ന് ജീവിക്കുന്നു, ഇന്ന് അദ്ദേഹം സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞു. സ്വർഗം എന്ന വാക്കിനെ കുറിച്ച് ആദ്യമായി കേൾക്കുന്നതും ആ പാസ്റ്ററിൽ നിന്നാണ്. അതുവരെ ദേവലോകത്തെ കുറിച്ചാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ദേവലോകമുണ്ട്, ദേവസുന്ദരികളുണ്ട്, അവിടെ വലിയ കിങ്കരന്മാരുണ്ട്, ഭൂതാത്മാക്കളുണ്ട്, കുന്തം കൊണ്ട് കുത്തുന്നവരുണ്ട്, വായിക്കാവുന്നത് തീ ചാടിച്ചു മനുഷ്യവരെ കരയിക്കുന്നവരുണ്ട്, പെടലി വെട്ടി ചോര കുടിക്കുന്ന ദൈവങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു സ്വർഗത്തിൽ യേശു ഉണ്ട്. ആ യേശു ഞാൻ പറഞ്ഞു 2000 വർഷം പഠിച്ചു മുമ്പ് എതിരെ പോയി, എങ്ങനെ പോയി? അദ്ദേഹം അല്പമായ ചുരുക്കത്തിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ ഏതായാലും മരിക്കാൻ പോവുകയാണ്, നിന്നെ രക്ഷിക്കാൻ യേശുവിന് സാധിക്കും. ഒന്ന്, നീ പാപിയാണ് സമ്മതിക്കണം. രണ്ട്, നീ യേശുവിന് ഈ നിമിഷം നിന്നെ രക്ഷിച്ചാൽ നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നാൽ നീ ക്രിസ്തുവിന് വേണ്ടി തുടർകാലം ജീവിക്കുന്ന ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യാം, ഏതായാലും ഞാൻ മരിക്കാൻ പോവാ, കാരണം എനിക്ക് സാറേ പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, എന്തെങ്കിലും പറഞ്ഞതനുസരിച്ച് ഈ കാര്യങ്ങളെ ചെയ്യാം. എന്റെ വെറും ചുരുക്കി പറയാ, ഇതിനിടയ്ക്കുള്ള ചില സംഭവങ്ങൾ ഉണ്ടായി. എന്റെ ആ പോഷകരമായ പ്രാർത്ഥന, പാപിയാണെന്നും എന്റെ പാപത്തിന് യേശു മരിച്ചെന്നും എന്നെ വിടുവിച്ചാൽ രക്ഷിച്ചാൽ ഈ അവസ്ഥയിൽ നിന്നും, ഈ ഉരുക്കുപാളത്തിൽ നിന്നും, ഈ മാംസ ശരീരത്തെ രക്ഷിച്ചാൽ ശേഷം കാലം ഈ ഉള്ളവൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുമെന്നും എന്റെ പോഷകരമായ പ്രാർത്ഥന പ്രൈസലോ ഡയറക്റ്റ് ആയിട്ട് തിരുസന്നിധിയിൽ ചെന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നറിയാൻ യഹോവ സ്വർഗത്തിൽ നോക്കിയപ്പോൾ, സർവശക്തനായ ജഗദീശ്വരൻ സ്വർഗത്തിൽ നോക്കിയപ്പോൾ, ജീവിതത്തിൽ എല്ലാം തകർന്ന ആദാമ്യ പാപം മൂലം മരണത്തിനായിട്ട് ഓടി നടക്കുന്ന ആ ഒരു മനുഷ്യനെ സ്വർഗത്തിലെ ദൈവം കണ്ടു. ജാതിയും മതവും വർഗവും വർണ്ണവും നിറവും പഞ്ചായത്ത് സ്റ്റേറ്റ് നോക്കാത്ത ദൈവം ദുഃഖിക്കുന്നവരെ മാറോട് ചേർത്ത് അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും ആശ്വാസം കൊടുക്കുന്ന ആ വലിയ മഹാത്മാവ് എന്റെ ഹൃദയത്തിലേക്ക് ആത്മാവിൽ ഇറങ്ങി വന്നു. അവൻ എന്നെ സ്പർശിച്ചു. എന്റെ വെയിറ്റ് എല്ലാം കുറയുന്നതുപോലെ എന്റെ ദേഹമെല്ലാം ഉയർത്തു. എനിക്ക് പറഞ്ഞുകൂടാൻ വയ്യാത്തൊരു സന്തോഷം എനിക്ക് നേരിട്ടു. അദ്ദേഹം നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കുക, എന്റെ കൈക്ക് പിടിച്ചു. ആ പെരുറോഡിന്റെ സൈഡിൽ വെച്ച് അദ്ദേഹം അവനുമായിട്ട് എന്നെ പ്രാർത്ഥിച്ചു. ആ നിമിഷം മുതൽ എന്റെ കൂടെ ഒരാൾ സഞ്ചരിക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. ആളിനെ കാണാൻ സാധിക്കുന്നില്ല, ഒരു 6 അടി പൊക്കമുണ്ട്, ഒരു കുപ്പായി വിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്റെ കൂടെ സഞ്ചരിക്കുക. ഞാൻ ഇരുന്നാൽ എന്റെ അടുത്ത് വന്നിരിക്കുക, ഞാൻ അങ്ങോട്ട് പോയി എന്റെ കൂടെ നടക്കുക. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അദ്ദേഹം എന്നെ പ്രാർത്ഥിച്ച് ഞാൻ മരിക്കാൻ പോയി ആ ട്രെയിനിൽ തന്നെ അദ്ദേഹം മടക്കയാത്രയിലേക്ക് ചങ്ങനാശ്ശേരിയിലേക്ക് വിടുകയാണ്. എന്നാൽ ഞാൻ ട്രെയിനിൽ ഇരിക്കുമ്പോഴെല്ലാം ഈ സാന്നിധ്യം ഞാൻ കാണുന്നുണ്ട്. ആളിരിക്കുന്ന കാണാം, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. വ്യക്തമായിട്ട് അറിയാം. പ്രൈസ് ഒരു കാര്യം ഓർത്തോണം കുഞ്ഞെ, ഇന്ന് രാത്രി നീ ഈ പന്തലിന്റെ അകത്തിരിക്കുമ്പോൾ നീ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം ഒരുവനൂടെ കൂടെയുണ്ട്. അവൻ ഇരുന്നു കൊണ്ടാണ് ഇന്ന് രാത്രി നീ ഇവിടെ ഇരിക്കുന്നത്. അല്ലെ വല്ലവരും കിടന്ന ഭൂമിക്കടിയിൽ നീ നീർന്നിച്ച് കിടക്കുമായിരുന്നു. 4448 നാടിനരമ്പുകളാൽ 206 അസ്ഥികളാൽ പഞ്ചഭൂതങ്ങൾ അടങ്ങിയ ഈ മനുഷ്യ ശരീരത്തെ നിർമ്മിച്ച ഉടയവനെ മറത്ത് നീ ഈ ലോകത്തിൽ എന്തെല്ലാം കെട്ടിപ്പെട്ടിരിക്കുന്നു പറഞ്ഞാലും മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല. 96 മൂലകങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ഡോക്ടർ ഇവിടെ സാക്ഷി പറഞ്ഞു, 96 മൂലകങ്ങൾ ഈ മനുഷ്യ ശരീരത്തിലുണ്ട്. ഇതിന്റെ സിസ്റ്റം ഭയങ്കരമായിട്ടാണ് ദൈവം തമ്പുരാൻ നിർമ്മിച്ചിരിക്കുന്നത്. നാളെ അടിച്ചു വെച്ചിരിക്കുന്ന ശവപ്പെട്ടി ഈ ഗ്രാമപഞ്ചായത്തിൽ ഏത് വീട്ടിലാണ് കൊടുക്കേണ്ടെന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ അല്ല, പെട്ടിക്കിടക്കാരനോ പെട്ടി കൊണ്ടുവന്നവനോ അല്ല, സ്വർഗത്തിലെ ദൈവമാണ്. കാലത്തെ മലയാള മനോരമയുടെ 4ാമത്തെ പേജിൽ ആരുടെ പേര് വരണമെന്നുള്ളത് തീരുമാനിക്കുന്നത് പത്രാധിപരോ ജേർണലിസ്റ്റോ പത്രക്കാരനോ അല്ല, അതും സാക്ഷാൽ സർവശക്തനായ ദൈവമാണ്. ജീവനും മരണവും ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. മരണം നിന്നെ തൊട്ടുടുമി കടന്നുപോയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. കുഞ്ഞെ, ഒരു അവസരം കൂടെ ദൈവം നിനക്ക് തരികയാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ പാപത്തിൽ നിന്നും വിടുവിക്കാനാണ് യേശു ഇറങ്ങി വന്നത്. അവൻ മതപരിവർത്തനത്തിന് വേണ്ടിയല്ല. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ സാറ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വലിയൊരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. പെന്തക്കോസുകാര് പണം കൊടുത്ത ആൾക്കാരെ ചേർക്കുന്നെന്ന്. ഡോക്ടർ എത്ര ലക്ഷം കിട്ടിയെന്ന് ഡോക്ടറോട് ചോദിര്. ഗോപിനാഥനെ കുറിച്ച് അന്വേഷിക്കുക, എത്ര ലക്ഷം ഉണ്ടാക്കിയെന്ന്. ദൈവത്തിന് സ്തോത്രം. പക്ഷെങ്കിൽ പ്രിയപ്പെട്ട സാറിന്റെ സഹോദരിയുടെ കുടുംബങ്ങളെല്ലാം പെന്തക്കോസില. അദ്ദേഹത്തിന് 2 ക്രിസ്ത്യന്റെ 18 പേരോളം പെന്തക്കോസിൽ അത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരാ. അവരെ വിളിച്ച് സാറ് ചോദിര്, നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ പെന്തക്കോസുകാർ തന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്റെ ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, ഗോപിനാഥൻ പെന്തക്കോസിലൊക്കെയാണെന്ന് കേട്ടു, തനിക്ക് എത്ര കിട്ടിയടാന്ന് ചോദിച്ചു. ഇവിടെ ഭയങ്കര ശല്യം സഹിക്കാമെന്ന് ഞാൻ വെറുതെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു, 5 ലക്ഷം രൂപയ്ക്ക് പെന്തക്കോസുകാരനെ കച്ചവടം ചെയ്ത് മേടിച്ചാന്ന് പറഞ്ഞു. ഇവൻ അന്ന് രാത്രി ഉറക്കം വന്നില്ല. പിറ്റേ ആഴ്ച രാവിലെ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങേ ഒന്ന് കാണാൻ വന്നതാ. ഞാൻ ചോദിച്ചു, എന്തിനാ? എനിക്ക് 5 ഒന്നും വേണ്ട, ഒരു 2 ഒപ്പിച്ച് തന്നേച്ചാൽ മതി, ഞാനും വരാമെന്ന് പറഞ്ഞു. പൊതുജനത്തിന്റെ ഇടയിലെ ഓരോ തെറ്റിദ്ധാരണകളെ ദൈവത്തിനും മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പണം ഉണ്ടാക്കാനുള്ള മാർഗമല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് മരണത്തെ ജയിച്ച യേശുവിലുള്ള ഒരു വിശ്വാസ ലൈഫാണിത്. സമാധാനത്തിന്റെ മാർഗമാണ്, രക്ഷയുടെ സന്ദേശമാണ്. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നീതിമാനെ ഓർത്തിടുന്ന ദൈവം വീണ്ടും നീതിമാനായി വന്നിടുന്നു വാനിൽ. നീതിമാനെ ഓർത്തിടുന്ന ദൈവം വീണ്ടും നീതിമാനായി വന്നിടുന്നു വാനിൽ. പാപി നിന്നെ വിളിക്കുന്നു താതൻ, നിന്റെ പാപം വിട്ടു വന്നിടുക വേഗം. പാപി നിന്നെ വിളിക്കുന്നു താതൻ, നിന്റെ പാപം വിട്ടു വന്നിടുക വേഗം. അവ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. അവ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. മനുഷ്യരിൽ ദൈവഭയമില്ല, മനുഷ്യർക്കു സമാധാനമില്ല. മനുഷ്യരിൽ ദൈവഭയം, മനുഷ്യരിൽ ദൈവം തന്റെ കോപം വരാൻ നേരമായ ഓർത്തിടുക വേഗം. മനുഷ്യരിൽ ദൈവം തന്റെ കോപം വരാൻ നേരമായ ഓർത്തിടുക വേഗം. അവ നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിൽ അവനിടം താ, നിൻ ഹൃദയത്തിൽ അവനിടം താ. എങ്ങനെ നീ ഈ ലോകത്തിൽ വന്നു, ഇനി എങ്ങനെ ഈ ലോകം വിട്ടുപോകും. എങ്ങനെ നീ ഈ ലോകത്തിൽ വന്നു, ഇനി എങ്ങനെ ഈ ലോകം വിട്ടുപോകും. ചില കാര്യങ്ങൾ ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ബൈബിൾ ദൈവത്തിന്റെ വചനമാണത്. ചങ്ങമ്പുഴിയുടെ രമണം പോലെയോ ഓ ചന്തുമേനോന്റെ ഇന്ദുലോക പോലെയുള്ള ലവ് സ്റ്റോറി അല്ല. ബ്രഹ്മാണ്ഡ ഘടാകത്തെ നിർമ്മിച്ച സർവശക്തനായ ദൈവം മനുഷ്യവംശത്തിന് കൊടുത്ത നിയമഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ഇന്ത്യൻ ഭരണഘടന ഡോക്ടർ അംബേദ്കർ എഴുതി, അത് ഇന്ത്യൻ IPC നിയമത്തിന് വിധേയപ്പെട്ട് കൊടുത്തപ്പോൾ തന്നെ സ്വർഗസ്ഥനായ ദൈവം ഈ നിയമപ്രകാരം ജീവിപ്പാനും അംഗീകരിക്കാനുമാണ് വിശുദ്ധ ബൈബിൾ ദൈവം വിവിധ നിലകളിൽ മനുഷ്യന്റെ മുമ്പിലേക്ക് നൽകുവാനിടയായി തീർന്നത്. 1209 അധ്യായങ്ങളിൽ 31,171 വാക്യങ്ങൾ 1600 വർഷം കൊണ്ട് എഴുതപ്പെട്ട 42 എഴുത്തുകാർ എഴുതപ്പെട്ട ഒരു വലിയ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ഈ ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമെന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ തന്നെയും ഇതിന്റെ അകത്ത് തിരുവെഴുത്തുകളെയും ദൈവശക്തിയെ അറിയായതുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. ഇത് മുഴുവൻ ദൈവവചനമല്ല. ഇതിനകത്ത് സാത്താൻ പറഞ്ഞതുകൊണ്ട്, വെളിച്ചപ്പാടത്തി പറഞ്ഞതുകൊണ്ട്, ഭൂതം പറഞ്ഞതുകൊണ്ട്, പിശാച് പറഞ്ഞതുകൊണ്ട്, പൗലോസ് തന്റെ അഭിപ്രായം പറഞ്ഞതുകൊണ്ട്, അതിന്റെ ഇടഭാഗങ്ങളിലാണ് തിരുവെഴുത്ത് കിടക്കുന്നത്. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെ അറിയായതുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നുള്ള ഒരാൾ പറഞ്ഞു, മഹാത്മാഗാന്ധിയെ കുറിച്ചും പാസ്റ്റർ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. എവിടെയാണ് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, വേദപുസ്തക സമൂഹം മഹാത്മാഗാന്ധി റോഡ് ബാംഗ്ലൂര്. അപ്പൊ അങ്ങനെയും പറയുന്ന ക്രിസ്ത്യാനികളുണ്ട്. നമുക്കറിയേണ്ടത് തിരുവെഴുത്തുകളെ കുറിച്ചാണ് അറിയേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 25, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15, 1 തിമോഥെയോസ് 1:15. ഈ മൂന്ന് വാക്യങ്ങളെ കൂട്ടിയിണക്കിയാണ് പെട്ടെന്നൊരു സന്ദേശം നിങ്ങൾക്കായി ദൈവാത്മാവ് എനിക്ക് ഒരുക്കിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 25-26 വാക്യം വായിക്കുമ്പോൾ ഒരു കുടുംബങ്ങൾ അവിടെ നിന്ന് 3 വ്യക്തികൾ ഒരു കുടുംബത്തിൽ നിന്ന് ചിതറപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിന്നത്തേതിൽ അവരുടെ തലമുറകൾ ക്രിസ്തുഭാഗത്തേക്ക് വന്ന് മാനസാന്തരപ്പെട്ട് ഒരു അപ്പന്റെ അവകാശികളായി മാറിയ അതിമനോഹരമായ ഒരു കാര്യമാണ് വേദപുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സർവ്വതിന്റെയും കാമ്പും കൂമ്പും നാമ്പുമായി നിൽക്കുന്നത് ജീസസ് ക്രൈസ്റ്റ് ആണ്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകത്തിൽ വരെ വളരെ മാർമികമായി നിൽക്കുന്ന നാമമാണ് ജീസസ് ക്രൈസ്റ്റിന്റെ നാമം. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് യേശു എന്ന പേരിൽ അവൻ അറിയപ്പെടുന്നത്. എന്നാൽ പഴയ നിയമം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ സ്ത്രീയുടെ സന്തതി, പുറപ്പാട് പുസ്തകത്തിലെ പെസഹ കുഞ്ഞാട്, സംഖ്യാപുസ്തകത്തിലെ അടിക്കപ്പെട്ട പാറ, ലേവ്യ പുസ്തകത്തിലെ ലേവ്യ പാവപരിഹാര ബലി, ആവർത്തന പുസ്തകത്തിലെ വരുവാനുള്ള പ്രവാചകൻ, മത്തായിയുടെ സുവിശേഷത്തിലെ രാജാവ്, മർക്കോസിന്റെ സുവിശേഷത്തിലെ ദാസൻ, ലൂക്കോസിന്റെ സുവിശേഷത്തിലെ മനുഷ്യപുത്രൻ, യോഹന്നാന്റെ സുവിശേഷത്തിലെ ദൈവപുത്രൻ, വെളിപ്പാട് പുസ്തകത്തിലെ സാക്ഷാൽ സർവശക്തനായവൻ. പ്രൈസ് ദി ലോർഡ്. അവിടെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുന്നത് ഉണ്ണിയേശുവിനെ കുറിച്ചല്ല. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട്? ഉണ്ണിയേശുവിനോട് പ്രാർത്ഥിച്ചാൽ യാതൊരു പ്രയോജനം
പ്രയോജനവുമില്ല. ഈ പ്രദേശത്ത് കൊല്ലകയിൽ നിന്നും ഒരു മേരിക്കുട്ടി സഹോദരി ഉണ്ണിയേശുവോട് പ്രാർത്ഥിക്കുക, ഉണ്ണിയേശുവേ അത്യാവശ്യമായി വരണമേ, എന്റെ ക്യാൻസർ രോഗത്തെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞാൽ നസ്രയത്തിൽ നിന്ന് ഒരുപക്ഷെ ഉണ്ണിയേശു മറുപടി പറയും, മേരിക്കുട്ടി പപ്പ വിടത്തില്ല, മമ്മി വിടത്തില്ല. കാരണം ആ ബേബി യേശു പപ്പയുടെയും മമ്മിയുടെ കയ്യിൽ സുരക്ഷിതമാ. അവർ പറഞ്ഞെങ്കിൽ എങ്ങനെ വരും? അഫ്ഗാനിസ്ഥാൻ, കുവൈറ്റ് വഴി, ഡൽഹി വഴി കറങ്ങി ഇവിടെ വരുമ്പോഴത്തേന് ഇവരുടെ 41 ദിനവും കഴിയും, അടിയന്തരവും കഴിയും. അതുകൊണ്ട് വരാൻ പറ്റത്തില്ല. അപ്പൊ ഉണ്ണിയേശുവിനോട് കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത്. 16 വയസ്സുള്ളവനായ ആശാരി പണിക്ക് വേണ്ടി തന്റെ വളർത്തുപിതാവായ യോസേപ്പോട് കൊണ്ട് നസ്രത്ത് വീതിയിൽ സഞ്ചരിക്കുന്ന ഒരു യേശുവിനെ കുറിച്ചല്ല. 9 അടി ഉയരവും 54 കിലോ തൂക്കമുള്ള ഒരു കുരിശു ചുമക്കുന്ന ഗാൽഗഥ മലയിലേക്ക് മനുഷ്യവർഗത്തിന്റെ പാപം ചുമന്നുകൊണ്ട് പോകുന്ന ഒരു യേശുവിനെ കുറിച്ചല്ല ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ട് നിലവിളിക്കുന്ന ലേലി എലി ലമ്മ ശബക്താനി എന്ന് നിലവിളിക്കുന്ന ഒരു യേശുവിനെ കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത്. റോമാ ഗവൺമെന്റിന്റെ കല്ലറയിൽ അതേ കെട്ടപ്പെട്ടവനായി, ബന്ധിക്കപ്പെട്ടവനായി, നിശ്ചല രൂപമായി പുറത്തു വരാൻ കഴിയാതെ കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്ന ഒരു യേശുവിനെ കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത്. പിന്നെ ഇയാൾ ആരെ കുറിച്ചാ പ്രസംഗിക്കുന്നെന്ന് ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചാൽ, വെളിപ്പാടും ദർശനവുമുള്ള വീണ്ടും ജനനം പ്രാപിച്ച, അഭിഷേകം പ്രാപിച്ച ഒരു ഭക്തൻ പച്ചപ്പാതിരാത്രിക്കും വിളിച്ചു പറയും അയാൾ പ്രസംഗിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് നീ ഈ ഭൂമിയിൽ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും കണ്ണുമയ്ക്കുന്നതിനിടയിൽ അവൻ നിന്റെ അരിക്കൽ വരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിനെ കാൽവറിയിൽ യാഗമാക്കിയതുകൊണ്ട് ഈ നാട്ടിലുള്ള ഈ കൊല്ലകയിലുള്ള നിങ്ങൾക്ക് എന്നാ നേട്ടമാണ് ഉണ്ടായത്? നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കർത്താവ് അവിടെ ആരെ കൊണ്ടില്ല തന്നു? നിങ്ങൾക്ക് 3 ഇന്നോവ കാർ കിട്ടിയോ? 10 കിലോ സ്വർണ്ണം ഗവൺമെന്റിൽ നിന്ന് കിട്ടിയോ? നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ശരിയായി വീണ്ടും ജനനം പ്രാപിച്ച ഒരു ഭക്തനോട്, ഒരു ദൈവദാസിയോട് നേരിട്ട് ചോദിച്ചാൽ അവർ ചില അഭിപ്രായം പറയും. യേശുക്രിസ്തുവിനെ കാൽവറിയിൽ യാഗമാക്കിയതുകൊണ്ട് കള്ളനും തല്ലിപ്പൊളിയും ആവാസനും കവർച്ചക്കാരനും കൊള്ളക്കാരനും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനുമായ ഒരു പരമദുഷ്ടനായ ബർബാസിനെയാണ് 4000 വർഷം പഴക്കം പറയുന്ന ബർബാസിനെയാണ് യഹൂദന്മാർക്ക് ലഭിച്ചത്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ നിമിത്തം അരുമനാഥന്റെ നിലയങ്കിയുടെ ചില വലിച്ചേറിയ പീസുകൾ ആ പീലാത്തോസിന്റെ പട്ടാളത്തിന് അതുകൊണ്ട് വലിയ നേട്ടമുണ്ടായി. യേശുവിനോട് കൂടെ മാനസാന്തരമുണ്ടാകാതെ തട്ടിപ്പുമായിട്ട് വചന തൊഴിലാളിയായിട്ട് പണത്തിനു വേണ്ടി കൂടെ നടന്ന യൂദായിക്ക് 30 വെള്ളിക്കാശ് ആ കച്ചവടത്തിൽ അവന് കിട്ടാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആ കേറോഫിൽ പരദേശികൾക്ക് മുട്ടനു പൊതു ശ്മശാനമാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ ലഭിച്ചത്. മാനസാന്തരവും സ്നാനവും വിശുദ്ധിയും വേർപാടും ആവശ്യമില്ലാതെ അന്ന് വായും പൊളിച്ച് നോക്കി നിന്ന് ഒരു കൂട്ടർക്ക് മുട്ടനൊരു തടിക്കുരിശ് കിട്ടി, നമുക്ക് വിലയേറിയ രക്ഷ കിട്ടി. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. ശിക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. യേശുക്രിസ്തുവിന്റെ സ്നാനം കഴിഞ്ഞുള്ള 1ാമത്തെ മെസ്സേജാണ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഏത് കാലം തികഞ്ഞു, ഏത് ദിവസം തികഞ്ഞു, ഏത് ഡേറ്റ് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം മുതൽ നിഷ്പാപ യുഗത്തിലും മനസാക്ഷി യുഗത്തിലും മനുഷ്യഭരണ യുഗത്തിലും വാഗ്ദത്ത യുഗത്തിലും ന്യായപ്രമാണ യുഗത്തിലും ജീസസ് ക്രൈസ്റ്റ് വന്നിട്ടില്ല. ദൈവത്തിന് മഹത്വം. പാപങ്ങളെ ചുമക്കുവാൻ ഒരു കുഞ്ഞാടായിട്ട് അവൻ ലോകത്തിലേക്ക് വന്നിട്ടില്ല. എന്നാൽ കൃപായുഗത്തിലാണ് സർവ്വലോകത്തിന്റെയും പാപം ചുമക്കുന്ന കുഞ്ഞാടായിട്ട് അവൻ ബേഥലഹേമിലെ കാലിത്തൊഴുത്തിലൊരു കന്യകയുടെ ഉദരത്തിൽ അവൻ പൂജാതനായി തീർന്നത്. അതാണ് പറയുന്നത് കാലം തികഞ്ഞു. ഇപ്പോൾ കാലം തികഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് കൃപയുടെ കാലഘട്ടമാണ്. ഈ വാതിൽ അടയുന്നതിന് മുമ്പായിട്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എവർക്കും ദൈവമക്കളാവൻ അധികാരം കൊടുത്തു. സ്വത്രം. മംഗലാപുരത്തേക്ക് പോകാം. അവിടെ വെച്ച് പാസ്റ്റർ ഞാനും കൂടെ കണ്ടു. അദ്ദേഹം കണ്ണുനീരോടെ എന്നെ പ്രാർത്ഥിച്ച് മരിക്കാൻ പോയ ആ ട്രെയിനിൽ തന്നെ സന്തോഷവാനായി മേൽപ്പറഞ്ഞ എന്റെ സ്നേഹിതനായിരുന്ന വ്യക്തിയോട് കൂടെ കടന്നു പോരുകയാണ്. അത് മറ്റാരുമല്ല, ദൈവത്തിന് സ്തോത്രം. നല്ല ഹൃദയത്തോടും നല്ല മനസ്സോടും അനുതാപത്തോടും കൂടെ ദൈവത്തെ സേവിക്കുന്നതിനോടൊപ്പം കൂടി വരുന്ന തന്റെ രക്ഷകനായ ക്രിസ്തുവാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളോടൊപ്പമൊക്കെ ആ സാന്നിധ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. സെക്കൻഡുകളുടെ അപകടത്തിൽ നിന്നെ ഒപ്പിയെടുത്തതും അത്ഭുതകരമായി നിന്നെ വിടുവിച്ചതും കോവിഡ് നിന്ന് നക്കിയെടുത്ത് നിന്റെ വീട്ടിലും അയലക്കം കിടന്നവരെ കല്ലും കൊണ്ടുപോയപ്പോൾ നിന്നെ സുരക്ഷിതമായി സൂക്ഷിച്ചതും അവൻ തന്നെ. മേലാലും വിടുവിക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഓ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അദ്ദേഹം ഞാൻ ആദ്യമായിട്ടാണ് പെന്തക്കോസുകാരുടെ യോഗത്തിലേക്ക് ചങ്ങനാശ്ശേരിയിലേക്ക് കടന്നു വരുന്നത്. അന്ന് പാസ്റ്റർ വി എ തമ്പി എന്ന് പറയുന്ന ഒരു കർത്തൃദാസൻ ഉണ്ടായിരുന്നു. മറിയാമ്മ തമ്പി, രണ്ടുപേരും നിത്യതയിലാണ്. അവർക്കൊരു ചെറിയ ഒരു ബിൽഡിംഗ് ഉണ്ട് പെരുന്നേൽ. അവിടെ അവരുടെ പ്രാർത്ഥന സംഗീതമൊക്കെ ഞാൻ അവിടെയാണ് കടന്നു ചെല്ലുന്നത്. പെന്തക്കോസുകാരുടെ യോഗത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന എൻ്റെ ആത്മീയ പിതാവായിരിക്കുന്ന EM കുരുവിള അദ്ദേഹം അവിടെ ഈ കർത്തൃമേശയ്ക്കുള്ള തുണിയെല്ലാം ഇങ്ങനെ വെച്ച് മൂടി അപ്പവും വീഞ്ഞും ഒക്കെ വെച്ച് പറയുന്നു, ഇത് കർത്താവിന്റെ ശരീരം, ഇത് കർത്താവിന്റെ രക്തം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അവിടെ എനിക്ക് സംശയം വന്നു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഡെഡ് ബോഡിയും രക്തവും കുടിക്കുന്നുണ്ടെങ്കിൽ ഇവരെത്ര ഭീകരന്മാരായിരിക്കും. സംശയങ്ങളുടെ വലിയൊരു ഘോഷയാത്രയായിരുന്നു. അടുത്ത കാര്യം അദ്ദേഹം പറഞ്ഞത് ഓർമ്മയ്ക്കായിട്ടായി ചെയ്യുന്നത്. സംശയം തീർന്നു. അവിടെ ഏറ്റവും പുറകിൽ ഞാനിങ്ങനെ കുത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വചനത്തിൽ കൂടാണ് ഒരു വ്യക്തിയുടെ സംശയങ്ങൾ മാറുന്നത്. മുറിവാക്യങ്ങളോ കൂട്ടുവാക്യങ്ങളോ കേട്ടച്ച് തർക്കിക്കാൻ പോകുന്നവൻ സൂക്ഷിച്ചോണം. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. വചന ഉള്ളത്തിലേക്ക് വരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് വളർച്ചയും ആത്മീയ രൂപാന്തരവും ഉണ്ടാകുന്നത്. സ്തോത്രം. കരങ്ങളെ ദൈവത്തെ സ്തുതിച്ചാട്ടെ.
പ്രിയപ്പെട്ടവരെ, ഞാൻ ആ മൂലയ്ക്ക് വെറും പ്രാകൃത രൂപത്തിൽ മുടിയെല്ലാം വളർത്തി നിരാശനം ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ എൻ്റെ ഉള്ളത്തിലൊരു സന്തോഷമുണ്ട്. മംഗലാപുരത്ത് കിട്ടിയത് എൻ്റെ കൂടെ വന്ന പുള്ളി അവിടുത്തെ തന്നെ ഉണ്ട്. അങ്ങനെ ഈയങ്കുരുവിള പാർഷ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് അപ്പം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അരികിൽ നിന്നും എൻ്റെ കൂട്ടുകാരൻ അവിടുന്ന് ഭൂമിയിൽ നിന്ന് 2 അടി പൊക്കത്തിൽ നടന്ന ഹോളിന് നടുക്കോട്ട് വന്നിട്ട് മൂലയ്ക്കിരുന്ന് എൻ്റെ നേരെ ഈ കൈ ഒന്നിങ്ങി നീണ്ടു വന്നെന്നറിയാം, റബ്ബർ പോലെ എന്നെ ഒന്നൊന്ന് തൊട്ടു. മംഗലാകുട്ടത്ത് കിട്ടിയ ഷോക്കിനെക്കാട്ടിൽ ഒരു ഡബിൾ ഷോക്ക് കിട്ടി. ദൈവത്തിന് സ്തോത്രം. ദേഹമെല്ലാം ഒന്ന് ഉയർത്തു. എനിക്കിപ്പോൾ ഒന്നും വേണ്ട, എനിക്ക് നാടും വേണ്ട, കൂടും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് അത്യന്തമായ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാരങ്ങളും നിരാശകളും പറഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വെയിറ്റ് കുറയുന്ന പോലെ തോന്നി. പലരും എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ആരാ ഏതാ എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോഴേ എൻ്റെ രൂപവും ഭാവം കൊണ്ട് അമ്മച്ചി കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. താവേ രക്ഷിക്കണവേ, എന്നെ അത്ഭുതകരമായി ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കണമെന്ന്. പിന്നീട് അമ്മച്ചി പറയുന്നേടാ, നിന്നെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയടാ, അങ്ങനെ ഞാൻ പേടിച്ചിട്ട് പ്രാർത്ഥിച്ചതാടാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സാരമില്ല മോനെ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മച്ചി എനിക്ക് വേണ്ടി പോസ്റ്റ് പ്രാർത്ഥിച്ചു. അവരോട് പറഞ്ഞു, അമ്പിച്ചാനും അറിയാൻ വേണ്ടി അവിടെയുള്ള സീനിയർ പാസ്റ്റേഴ്സ് പറഞ്ഞു, യാതൊരു കാരണവശാലും നീ പുറത്തു പോകരുത്, പോയാൽ സംഗതി വശക്കേടാണ്, ഇവിടെ തന്നെ നിൽക്കണം, രഹസ്യമായി നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ രഹസ്യമായിട്ട് 1 വർഷക്കാലം നിർത്തി. ഞാൻ പുറലോകം കണ്ടില്ല, ഒന്നും കണ്ടില്ല, വളരെ രഹസ്യമായിട്ട് അവിടെ കഴിഞ്ഞുകൂടി. ഈ സമയത്ത് എൻ്റെ വൈഫും പിള്ളേരും ഒക്കെ നാട്ടിലായിരുന്നു. ഞാൻ മരിച്ചുപോയെന്ന് അവർ കരുതിയത്. അതുപോലെ ഞാൻ തകർച്ചയിൽ വസതിയിലായിരുന്നു. രാഷ്ട്രീയത്തിന് വേണ്ടി ഓടി, അനേകരെ വെട്ടാനും കുത്താനും എല്ലാം ഓടി, നാട്ടുകാരുടെ മുമ്പിൽ ഷോ കാണിച്ച് മിടുക്കനായിട്ട് പോയി, ചോരത്തളപ്പ് കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. പണം തീർന്നപ്പോൾ, ആരോഗ്യം ക്ഷയിച്ചപ്പോൾ അവരെന്നെ തള്ളിയേച്ചു പോയി. അവരടുത്തയാളെ പിടിക്കാൻ പോയി. ഒരു കാര്യം ഓർത്തോണം, നാടിനും വീടിനും കൊട്ടേഷൻ സംഘത്തിനും വെട്ടാൻ കിടക്കുന്ന സുഹൃത്തെ, ഒരു കാര്യം നീ ഓർത്തോണം, അവസാനം നീ ഒടുവിൽ തനിയെ ശേഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിനക്കൊരു നല്ല ദിവസം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. അതിനാണ് ഞങ്ങളെ പോലുള്ള ഡോക്ടറെയും ആചാര്യമാരെയും ഒക്കെ എഴുന്നേൽപ്പിച്ച് ശ്രേഷ്ഠ്യം പ്രസ്താവിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ച് അവിടെ 1 വർഷം അങ്ങനെ ഒരു 9ാം മാസത്തിൽ അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. പാസ്റ്റേഴ്സ് കോൺഫറൻസ്. ഏകദേശം 200-ലധികം വരുന്ന ഒരു വലിയ പാസ്റ്റേഴ്സ് കോൺഫറൻസ്. അതിന്റെ ഏറ്റവും ബാഗില വാതുക്കൽ ഇതെല്ലാം കാണാനായിട്ട് ഞാൻ പോയിരിക്കുകയാണ്. എനിക്ക് ആദ്യം ലഭിച്ചതായ ശുശ്രൂഷ എന്ന് പറയുന്നത്, ദൈവദാസന്മാർക്ക് ബ്രെഡ് മേടിച്ചു കൊണ്ട് കൊടുക്കുക, അവർക്ക് കുളിക്കാൻ വെള്ളം കൊണ്ട് കൊടുക്കുക, ഭക്ഷണം മേടിച്ചു കൊണ്ട് കൊടുക്കുക, ഹോളൊക്കെ ക്ലീൻ ചെയ്യുക. ഇതൊക്കെയായിരുന്നു എനിക്ക് ആദ്യം ലഭിച്ചതായ ശുശ്രൂഷ. ഞാനതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു. രാഷ്ട്രീയ മുഖത്ത് അനേകരെ ബഹുമാനപുരസരം കൊണ്ടു നടന്ന ഒരു മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ അവനെ തൂക്കാൻ ദൈവം ആക്കിയെന്ന്, പായിടാൻ ആക്കിയെന്ന്. നീ ഏത് സാഹചര്യത്തിലാണെങ്കിലും പഴയത് കഴിഞ്ഞുപോയി ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിനക്ക് തരുന്ന ഏത് ദൗത്യവും ചെയ്യാൻ ഒരു താഴ്മ നിനക്കുണ്ടായിരിക്കണം. സ്വത്രം. ശമുവേൽബർഗ് ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. അദ്ദേഹം ലോക പ്രശസ്ത സുവിശേഷകനായിട്ട് മാറി. താഴ്ചയിൽ നിന്നാണ് ദൈവം വരുത്തുന്നത്. അങ്ങനെ ഇരുന്ന കൂട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്നുകൊണ്ട് കർത്തദാസി പ്രസംഗിക്കാൻ വന്നത്. ആ കർത്തദാസി പ്രസംഗിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അവരിങ്ങനെ അന്യഭാഷ പറഞ്ഞ് പ്രവചനമുള്ള ഒരു ദൈവദാസിയാണ്. അദ്ദേഹം പുള്ളിക്കാരത്തി പറഞ്ഞു, ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരാളെ ഈ ലോകത്തിന്റെ 5 ഭൂഖണ്ഡങ്ങളിലും വിട്ട് സുവിശേഷം പ്രസംഗിപ്പിക്കാൻ പോവുകയാണ്. ദൈവത്തിന് മഹത്വം. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. ദൈവമേ, വർഗിച്ചാനാണെന്ന് പറയണം, എനിക്കൊരു ഫോറിൻ സോപ്പ് കൊണ്ട് തരണം. അതിന് ഞാൻ ഏതായാലും അങ്ങനെ വാതിക്കെ പുറത്തായിരിക്കുന്നത്, ഞാൻ പാസ്റ്റർ ഒന്നും അല്ലല്ലോ. അപ്പം തോമാച്ചാനാണ്, പുള്ളി പരിചയമുള്ള ആളാണ്, പുള്ളിയാണെങ്കിൽ പുള്ളിയോടും പറയണം ഒരു ഫോറിൻ സോപ്പ് കൊണ്ട് തരണം. ഒരു ഫോറിൻ സോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. അങ്ങനെ ഞാൻ ഒട്ടകം തലപൊക്കുന്ന പോലെ നോക്കിക്കൊണ്ടിരുന്നു. ഈ ദൈവദാസൻ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞ് ഇങ്ങനെ കൈ പിടിച്ച് പറയാ, ആ ഇരിക്കുന്ന സഹോദരനോടാ പറയുമെന്ന് പറഞ്ഞു. ഇരിക്കുന്ന സഹോദരൻ, ആ വാതിക്കൽ വായും പൊളിച്ചിരിക്കുന്ന സഹോദരനോട്. അപ്പോൾ ഇരിക്കുന്ന പാസ്റ്റർമാരെല്ലാം ഇരിക്കുക. അപ്പോൾ അവരിൽ ആരെങ്കിലും ഒരാളെന്നുള്ള പ്രതീക്ഷയിൽ അവരെല്ലായിരുന്നു സ്തോത്രം പറയാനും ഹല്ലേലൂയ പറയാനും തുടങ്ങി. ഭയങ്കര ബഹളമായി. അതിനിടയ്ക്ക് ദൂത് വന്നത് വാതിക്കെ വായും പൊളിച്ച് എനിക്ക് പേടിക്കുക. ഞാൻ ഒറ്റ പിടിയിൽ വെച്ച് കൊടുത്തു. പ്രൈസ് പേടിച്ചിട്ടാണ് ഞാൻ ഓടിയത്. പ്രൈസ് അവരെ എല്ലാവരും കൂടെ കളിയാക്കി വിട്ട് ദൈവദാസന്മാരൊക്കെ. ആ ദൂത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ BTH, CTH, ഡോക്ടർ, റെവറൻറ്റുകളൊക്കെ ക്യൂ ആയിട്ടിരിക്കുമ്പോഴത്തേനാണ് ദൈവത്തിന് സ്വത്രം കക്കൂസ് കഴി വന്നിരുന്നതിനോട് പറയാം, ലോകത്തിന്റെ 5 ഭൂഖണ്ഡങ്ങളിലും വിടുമെന്ന്. അവരുടെയും കുഴപ്പമില്ല. ദൈവത്തിന് സ്വത്രം. ജ്ഞാനികളെയും ബലവാന്മാരെ ലജ്ജിപ്പിക്കുവാൻ, ലോകത്തിൽ ബലഹീനവും പോഷത്വവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതിനെയും തമ്പുരാൻ തെരഞ്ഞെടുത്തു. പ്രിയരേ, നമ്മുടെ കഴിവും എടുക്കും ഗ്ലാമറും കുടുംബസ്വത്തും ഒന്നും നോക്കിയിട്ടല്ല, നമുക്കെന്തോ നമ്മളോട് എന്തോ ഒരു പ്രിയന് അരുമനാഥന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ രക്ഷയിലേക്ക് വന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാനിവിടെ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഒരാൾ വന്ന് പറഞ്ഞു, എടാ നീ ഭാരപ്പെടുമൊന്നും ഉണ്ടോ കേട്ടോ. ആ പുള്ളിക്കാരത്തി അറിയാതെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അച്ചായ സന്തോഷമായി. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അച്ചായ കഴിവിരിക്കുന്നത്. എനിക്ക് ഡിഗ്രി ഉണ്ടോ, എനിക്ക് അങ്ങ് ഇംഗ്ലീഷ് വല്ലതും എനിക്ക് പറയാൻ അറിയാവോ, എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് ഏതാ, ഹൗ ആർ യു, പ്ലീസ് ഹെൽപ്പ് മീ, താങ്ക് യു വെരി മച്ച്, ഐ ആം വെരി ഹംഗ്രി. ഇതുകൊണ്ട് വല്ല നെടുമ്പാശ്ശേരി എന്നോ കൊച്ചിന്നോ വല്ല എയർ ഇന്ത്യയിൽ പോകാൻ പറ്റുമോ? ആ തുമ്പപ്പൂവിലിരിക്കുന്ന വെളുത്ത പെൺകുട്ടി വന്നിട്ട് എക്സ്ക്യൂസ് മീ സാർ വെച്ച് പുച്ചിട്ടോ ചോദിക്കുമ്പോൾ എന്നേലും കൊണ്ടുപോകാൻ കൊച്ചെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അറിയത്തില്ല. അപ്പം ഭാഷ അറിയത്തില്ല, ഡിഗ്രി അറിയത്തില്ല, ഗ്ലാമർ ഉണ്ടോ, കുടുംബത്തിൽ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പാപിയായിരുന്നു, യേശു എന്നെ രക്ഷിച്ചു. ഇതായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ഡിഗ്രി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആഴത്തിൽ നിന്നു ഞാൻ നിന്നോടപേക്ഷിച്ചു, ആദാമ്യ പാപമതിൽ ആഴത്തിൽ നിന്നു ഞാൻ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു വലിയ പ്രവചന ശബ്ദമായിരുന്നു, ദൈവത്തിന്റെ ശബ്ദമായിരുന്നു. നീണ്ട 6-ൽ പരം വർഷത്തെ കനത്ത കഷ്ടങ്ങളിലും വേദനകളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടും വിശപ്പും ദാഹവും എന്നെ അലട്ടാനായിട്ട് തുടങ്ങി. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു. ട്രാക്ടറുകൾ കൊടുത്തു, പരസ്യങ്ങൾ നടത്തി. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല. ആ സമയത്താണ് ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നത്. ഞാൻ നിന്നെ ചില കനത്ത കഷ്ടങ്ങളിലൂടെ കടത്തിവിടും, ദാരിദ്ര്യത്തിലൂടെ കടത്തിവിടും. ആരോടും പറയരുത്, നീ എനിക്ക് വേണ്ടി അത് അനുഭവിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ നേരത്തെ ഈ കാര്യം പറഞ്ഞത്. ഞാനത് ഹൃദയത്തിൽ കൊണ്ടു നടന്നു. മുണ്ട് ഞാൻ മുറുക്കി പിടിച്ചു, പൈപ്പ്
ഉപ്പ് വെള്ളം കുടിച്ചു. എന്നെ അംഗീകരിക്കാൻ സാളില്ലായിരുന്നു. വാഹനങ്ങളിൽ പാട്ടുപാടി ട്രാക്ക് കൊടുത്തു. യേശു വലിയവനാന്ന് ഞാൻ ഉറക്കെ പ്രസ്താവിച്ചുകൊണ്ടായിരുന്നു. അതിന്റെ 5-ാം വർഷമാണ് ആശാരി ഉപദേശി. ആശാരി ഉപദേശി ആ കാലഘട്ടങ്ങളിൽ അന്ന് വലിയ യോഗങ്ങളുമായിട്ട് വന്നു. അയാൾ ഞാനുണ്ടെന്ന് അറിഞ്ഞു. അയാൾ എന്നെ വന്ന് കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് അപ്പോൾ തന്നെ അയാൾ എന്നോട് പറഞ്ഞു, താനോട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് 1991 ഞങ്ങൾ മാവേലിക്കരെ 5 പേര്, ഞങ്ങൾ ആശാരി കുടുംബത്തിൽപ്പെട്ട 5 പേര് കൂടി ഒരു വലിയ യോഗം നടത്തി. ബിഷപ്പ് മോർക്കോളതിന്റെ താഴ്വേ. ആ യോഗം വൻ വിജയമായിരുന്നു. ഒട്ടനവധി പേർ അവിടെ സ്ഥാനപ്പെടുവാനിടയായി. കുലുവനാൽ കൺവെൻഷൻ, മുണ്ടത്താനം കൺവെൻഷനൊക്കെ വളരെയധികം ആൾക്കാരാണ്. 50, 60, 100 പേരെ സ്ഥാനപ്പെടാനോട്ട് മുമ്പോട്ട് വൈകൊണ്ടിരിക്കുന്നത്. അന്ന് ഇന്നത്തെ പോലെ ഉന്തി വീഴ്ത്തുന്നവനും ഊതി വീഴ്ത്തുന്നവനും ശാപം മുറിക്കുന്നവനും ഫയറും കയറും വിശുദ്ധ കൊരയും ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവവചനത്തെ ഞങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് ഉയർത്തിക്കൊണ്ടിരുന്നത്. ദൈവവചനത്തിനാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. അന്ന് പ്രോസ്പെരിറ്റി തിയോളജിയില്ല, ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഏടാകൂടൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു, കൂട്ടത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചു. സഭകൾ എണ്ണത്തിൽ പെരുകി, വിശ്വാസ വീരന്മാർ എഴുന്നേറ്റു. ആ കാലഘട്ടങ്ങളിൽ പല വിശുദ്ധന്മാരും എനിക്ക് വളരെ പിന്തുണ പ്രഖ്യാപിക്കാനായിട്ട് തുടങ്ങി. മല്ലപ്പള്ളി പൊടിക്കുഞ്ഞെ, വാര്യാപുരം ജോനച്ചൻ, ഞാൻ കാനമച്ചനെ, മേരി കോവൂര്, ഞങ്ങളൊക്കെ ആ കാലഘട്ടങ്ങൾ വളരെയധികം കൺവെൻഷൻ ഒത്തുകൂടി പ്രസംഗിക്കുമായിരുന്നു. അവരെല്ലാം നിത്യതയിൽ പോയി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വളരെയധികം ആൾക്കാർ എനിക്ക് ആ കാലഘട്ടങ്ങളിൽ വളരെ സപ്പോർട്ട് നൽകുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവരിൽ നിന്നെല്ലാം പഠിക്കാനും പരിശീലിക്കാനും അനുഗ്രഹം പ്രാപിക്കാനും സഹായിച്ചു. തോമസ് ഉരുപ്പ്, ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജ് പ്രസിഡന്റ് തിരുവല്ല, പാസ്റ്റർ വി എ തമ്പി ചങ്ങനാശ്ശേരി, BJ അബ്രഹാം റാന്നി ഹൂബ്ലി, അങ്ങനെ അനുഗ്രഹീതരായ ഒട്ടനവധി ദൈവദാസന്മാർ, കാനമച്ചൻ, ഇവരെല്ലാം നിത്യതയിൽ പോകുന്നതിന് മുമ്പ് വിളിച്ച് രഹസ്യമായി കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഓർത്തോണം, ശിഷ്യത്വമില്ലാതെ ഒരുത്തനും വളരാൻ സാധ്യമല്ല. നീണ്ട വർഷങ്ങൾ കഴിഞ്ഞു. എന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറി. സുൽത്താനറ്റ് ഒഹോമാൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ആദ്യമായിട്ട് ദൈവം എന്നെ അയച്ചു. ആ യാത്രയിൽ 6 പേരെ സ്നാനപ്പെടുന്നു. അങ്ങനെ 3 ഭൂഖണ്ഡങ്ങളിലായി 16 ലോകരാജ്യങ്ങളിൽ സഞ്ചരിച്ചു. എന്റെ കുഞ്ഞമ്മയുടെ മക്കൾ ആരോടെ ഇല്ല. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എന്നെ ദൈവം ഉപയോഗിച്ചതും ശക്തമായി പ്രവർത്തിച്ചതും ഇസ്രായേൽ രാജ്യത്തിലാണ്. 2002 ഞാൻ ജർമ്മനിയിൽ ഒരു ക്രൈസ്തവ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന ആ പ്രസംഗം കേട്ടൊരു യഹൂദൻ, ഞാൻ അവനെ കണ്ടിട്ടില്ല, അവൻ എൻ്റെ പേര് കണ്ടുപിടിച്ച് ഇസ്രായേലിലെ നസ്രത്തിൽ യേശുവിനോട് ചേർന്നുള്ള ആ വലിയ പള്ളിയിലേക്ക് അവൻ എന്നെ വിളിക്കുകയാണ്. അവിടെ വെള്ളക്കാർ മാത്രമാണ് പ്രിയപ്പെട്ടവരെ അവിടെ ഉള്ളത്. ഒരു രാത്രിയിൽ എൻ്റെ ഫോട്ടോ വെച്ച് അവൻ കണ്ടുപിടിച്ച് യോപ്പ എയർപോർട്ടിൽ കൊണ്ടുപോകുന്നു. അന്ന് നസ്രത്തിലെ പള്ളിയിൽ കൊണ്ട് ചെന്നാക്കുന്നു. വെള്ളക്കാർ ധാരാളം പേര് കൂടി എന്നെ കാണാൻ. ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരൻ നസ്രത്തിലെ പള്ളിയിൽ കാലുകുത്തുകയാണ്. അവരെന്നെ കൊണ്ടുപോയി ഒരു നീർക്കലി പൊരിക്കുന്ന ഒരു മദാമ പറഞ്ഞു, ദിസ് ഈസ് മാസ്റ്റർ, ഇവനെ പാസ്റ്ററാണ്, ഇവനെ കണ്ടിട്ട് ഒരു ലുക്കില്ലല്ലോ. അവിടുത്തെ പാസ്റ്ററിനെ അസ് പറഞ്ഞു, ലുക്കിലല്ല, വർക്കിലാണ്. കുഞ്ഞെ ഒരു കാര്യം ഓർത്തോണം, പുസ്തകം ഇവിടുത്തെ നിന്നെ കൊട്ടേഷൻ അടിക്കാൻ വീട്ടിന്റെ അകത്തുനിന്നും അയലക്കത്തിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും പലരും പൊങ്ങും. നീ അവരുടെ വാക്ക് കേൾക്കരുത്. നിന്നെ ആദരിക്കാനും മാനിക്കാനും പ്രൈസിൽ സ്നേഹിക്കാനും മൊർദെഖായിക്ക് വേണ്ടി കരുതിയ ഒരു ദൈവം ചിലരെ ഒരുക്കിയിട്ടുണ്ട്. നിന്നെ മാത്രമല്ല നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ആത്മീയ കോളത്തിൽ ദൈവം അവരെ തിരിഞ്ഞു നോക്കി, എന്നെ തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യവാനാകട്ടോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത്രയും നാളും ദൈവത്തിന് വേണ്ടി ഉറങ്ങി ഒന്നും കിട്ടിയില്ല ഒന്നും പറഞ്ഞേക്കരുത്. ദൈവം തന്റെ സമയത്തെല്ലാം ഭംഗിയായിട്ട് ചെയ്തു തരും. ദൈവത്തിന് മഹത്വം. അങ്ങനെ അവിടെ ചെന്നു, വട്ടത്തിലിരുന്നു. എനിക്ക് ഭാഷ അറിയത്തില്ല. എല്ലാവരും കൂടെ രാത്രി വട്ടത്തിൽ പ്രാർത്ഥനയ്ക്കിരുന്നു. ഇംഗ്ലീഷിൽ പ്രാർത്ഥന ആരംഭിച്ചു. അവർ ഹീബ്രു ഭാഷയിൽ അവരുടെ പ്രാർത്ഥന, കുറച്ചുപേർ മറ്റും അവരുടെ ഭാഷയിലൊക്കെ അറബി ഭാഷയിലൊക്കെ പ്രാർത്ഥിച്ചു. പാസ്റ്റർ ജൂതി എന്നോട് പറഞ്ഞു, പ്ലീസ് ഗോപി പ്രേ എന്ന് പറഞ്ഞു. ഗോപി എടുത്തിട്ട് പ്രാർത്ഥിക്കാനായിട്ട്. ഗോപി കണ്ണടച്ച് കർത്താവേ സ്തോത്രം, അടിയനെ അങ്ങയുടെ പുണ്യഭൂമിയിൽ കടന്നു വരാൻ അവസരം ഒരുങ്ങിയല്ലോ എന്ന് മാത്രം പറഞ്ഞതറിയാം. പിന്നെ സംഭവിച്ചത് ദൈവത്തിന് സ്തോത്രം, ഇവന്റെ ഭാഷ അന്യഭാഷയായിട്ട് നാവിന്മേൽ വന്നു. അന്യഭാഷ നാവിന്മേൽ വന്നു. അന്യഭാഷ തന്നെ അങ്ങോട്ട് വെള്ളം പോലെ ഒഴുകുകയാണ്. അതിൻ്റെ അകത്ത് ദൂതുകൾ, വെളിപ്പാടുകൾ, സഭയോടുള്ള ദൂതുകൾ, അവരോടുള്ള ആലോചനകൾ, ദൈവശബ്ദം നിറപറിയായിട്ടുണ്ടായിരുന്നു. എന്നെ കൊട്ടേഷൻ അടിച്ച മദാമ ആദ്യം കുമ്പുകുത്തി. അവൾ പറഞ്ഞു, പ്ലീസ് ഗോപി, ഐ ആം വെരി സോറി, പ്ലീസ് പ്രേ മീ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ഞാൻ ഇത്രയും ചിന്തിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഒരുവനെ എന്ത് കണ്ടിട്ട് പെട്ടെന്ന് കയറി വിധി എഴുതരുത്. ആത്മാക്കളെ വിവേചിക്കാൻ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾക്ക്, ദൈവദാസന്മാർ തയ്യാറാകണം. അങ്ങനെ അവിടെ താമസിച്ചു. 15-ാമത്തെ ദിവസം ഉണർവുണ്ടായി. 4 ഇസ്രായേലികളെ യോർദാൻ നദി സ്നാനപ്പെടുത്തി. 6 കൊടക്കീഴിൽ ഫുഡ് വെച്ച് രാജകീയ സ്വീകരണം നൽകി 1 മാസം താമസിച്ച് കർമ്മേൽ കൊടുമുടിക്കുന്ന നസ്രത്തിന് ഇടയിൽ ഒരു സഭ സ്ഥാപിച്ച്, അതാണ് റോയൽ ക്രിസ്ത്യൻ മിനിസ്ട്രീസ് ഇന്റർനാഷണൽ. അവിടെ പാസ്റ്റർ ജൂഡി കോർഡിനേഷൻ കൊടുത്ത് അവനെ അവിടെ ആക്കി. ആ സഭ, അത് പ്രസ്ഥാനം ശക്തമായിട്ട് വളർന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ജർമ്മനി ഫ്രാങ്ക്ഫർട്ടിൽ, സ്റ്റുഗാർട്ടിൽ, ഫ്രാൻസിന്റെ ബോർഡറിൽ ക്രൈസ്തവ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധിച്ച് പ്രസംഗിക്കുമ്പോൾ അത് മുഴുവൻ വെള്ളക്കാരായിരുന്നു. അവിടെ മലയാളികളല്ല ഈ കാര്യങ്ങളെ ചെയ്യുന്നത്. ഞാനാകെ കണ്ണു നിറഞ്ഞു പോയി. ദൈവമേ, എന്നെക്കാട്ടിലും എത്രയോ യോഗ്യന്മാരും അനുഗ്രഹീതരായ പ്രഭാഷകന്മാർ IPSലും ചർച്ച കോഡിലും ഒക്കെ ഉണ്ട്. അവരെ അയച്ചാൽ മതിയായിരുന്നല്ലോ.
ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മറുപടി, ഞാൻ കഴുതയാണ് വാഹനമായിട്ട് ഉപയോഗിച്ചത്. AD 32 ഏപ്രിൽ മാസം 5-ാം തീയതി അരുമനാഥൻ അന്ത്യയാത്രയ്ക്ക് വേണ്ടി എടുത്തത് ആനയോ കുതിരയോ വമ്പൻ മൃഗങ്ങളെ അല്ല, മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും വൃത്തിഹീനമായ ഒരു മൃഗത്തെയായിരുന്നു. ദൈവത്തിന് മഹത്വം. 2200 അടി താഴ്ചയിൽ മെഡിറ്റിന്റെ കടലിന്റെ നടിയിൽ കടലിനെ വേസ്റ്റ് മുഴുവൻ വെട്ടി വീഴുന്ന ഒരു കടലാനെയാണ് ഈ പ്രവാചകനായ യോനെ സൂക്ഷിക്കുവാൻ തമ്പുരാൻ കർത്താവ് കൽപ്പിച്ചാക്കിയത്. 3 വട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞ ആ പത്രോസിനെ മടക്കി വിളിക്കാൻ ഒരു കോളിംഗ് ബെല്ലായിട്ട് അന്നത്തെ നിലവിലുള്ള ഒരു പൂവൻ കോഴിയാണ് ദൈവം തമ്പുരാൻ ഉപയോഗിച്ചത്. ദൈവത്തിന് സ്തോത്രം. ബിലയാമിനോട് സംസാരിക്കാൻ ഒരു കഴുതയാണ് ഉപയോഗിച്ചത്. പ്രവചനം പറയുന്ന കഴുതയ്ക്ക് കണ്ട് പ്രവചനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വെളിപ്പാടുമില്ല, കഴുതയൊന്നുമില്ല. ഇപ്പം വെറും കഴുതയായിട്ട് പുസ്തകം കൊണ്ട് നടക്കുക അല്ല. ആ ദർശനത്തിലേക്ക് മടങ്ങി വരണം, ആ ദൂതിലേക്ക് മടങ്ങി വരണം. യേശുവിനെ ചുമക്കുന്ന ഒരു വമ്പൻ കഴുതയായിട്ട് നീ മാറണം. പ്രൈസ് ദി ലോർഡ്. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നത് വൈകിയാലും വരും നിശ്ചയം. ഇത് അന്ത്യകാലമാണ്. ഏത് സമയം എന്ത് സംഭവിക്കാം. വീണ്ടെടുപ്പ് നടക്കാം. ശബ്ദം മൂളിക്കേക്കും. പ്രൈസ് ദി ലോർഡ്. കൊല്ലകളുടെ മുകളിൽ പ്രൈസ് ദി ലോർഡ് മനുഷ്യനെ ഒരു ഭാഗത്ത് കൊന്നൊടുക്കുകയും മറുഭാഗത്ത് വീണ്ടെടുപ്പ് നൽകുകയും ചെയ്യുന്ന ഉയരത്തിൽ നിറങ്ങി വരുന്ന ഒലിവുമലയിൽ നിന്ന് പൊങ്ങിയവൻ മഹാശബ്ദത്തോടെ കടന്നു വരുമ്പോൾ നിന്റെ റോൾ രൂപാന്തരം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ വിശുദ്ധിയോടും തേജസ്സോടും അതിന്റെ ആത്മസമർപ്പണം കൂടെ ഇന്ന് രാത്രികാലം ചങ്കത്ത് കൈവച്ച് ശുദ്ധീകരണം പ്രാപിക്കട്ടെ. എന്റെയും നിന്റെയും നാഥൻ കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിന്റെ പരിപാടി. തുടർന്നുള്ള അനേക രാജ്യങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അയച്ചുകൊണ്ട് ചെന്നിടത്തെല്ലാം ദൈവം അനേകരെ സ്ഥാനപ്പെടുത്താൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറ, എന്താ എനിക്ക് കഴിവുള്ളത്, എന്താ എനിക്ക് യോഗ്യതയുള്ളത്? ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ആ മംഗലാപുരത്ത് വെച്ച് കണ്ടുമുട്ടിയ നല്ല അരുമനാഥൻ കാലിലെ ഒരു കഴിവുമില്ലാത്ത ഒരു ബലഹീനനായി എന്നെ പൗലോസ് പറയുന്നല്ലോ ഉപയോഗിച്ചു. ഞാൻ ആസയിൽ വന്ന് 1-ാം നാൾ മുതൽ വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ ഇരുന്നു. ഓരോ യാത്രയിലും ശുശ്രൂഷയിലും ദൈവം എന്നെ ഉപയോഗിക്കുമ്പോൾ ഞാൻ പോയിരുന്ന് രഹസ്യമായിട്ട് കരയും. എന്റെ കണ്ണുനീര് മനുഷ്യൻ കണ്ടിട്ടില്ല. എന്റെ യേശുവും ഞാനും മാത്രമേ എന്റെ കണ്ണുനീര് കണ്ടിട്ടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. രഹസ്യമായി കരയുന്ന കുഞ്ഞ്, നിന്റെ കണ്ണുനീരിന് പരസ്യമായിട്ട് വില തരുന്ന ഒരു മറുപടി തരുന്ന ഒരു നല്ല ഡേറ്റ് ദൈവം കുറിച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ അത്ഭുതകരമായ നിലയിൽ പിന്നത്തേതിൽ ഫാമിലിയോടുള്ള ബന്ധത്തിൽ പലരും രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് കടന്നു വന്നു. ഇതിനിടയ്ക്ക് എന്നെ പിന്തുടർന്ന് പലരും പിൻവാങ്ങി. അവൻ പോയി, ഇനി അവനെ കിട്ടത്തില്ല. ദൈവത്തിന് മഹത്വം. സുവിശേഷത്തിന് അങ്ങനെ ആശാരോപദേശവും ഞങ്ങൾ ഉപയോഗിച്ച് കൺവെൻഷനെല്ലാം നടത്തി, യോഗങ്ങൾ നടത്തി. ആ കാലഘട്ടങ്ങളിലുള്ള കൂടുതൽ ആത്മശക്തിയും ധൈര്യവും എനിക്ക് ലഭിക്കാൻ കർത്താവ് ഇടയാക്കി. അന്ന് ആ സ്ഥാനപ്പെട്ട ആ നിമിഷം മുതൽ ഞാൻ സ്ഥാനപ്പെടുമ്പോൾ 60 പേരാണ്. CSI-കാരൻ 14, മാർത്തോമക്കാരൻ 21, മറ്റേ ഹിന്ദുക്കളിൽ 6 പേര്, പിന്നെ മറ്റേ കത്തോലിക്ക യാക്കോബ സമുദായം 22 പേര്. അങ്ങനെ 60-ലധികം പേരാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ സ്നാനപ്പെടുന്നത്. പൗലോസ് സ്നാനപ്പെട്ടു, ഷണ്ടൻ സ്നാനപ്പെട്ടു, ലുദിയ സ്നാനപ്പെട്ടു, കൊർന്നല്യോസും കുടുംബവും സ്നാനപ്പെട്ടു, കാനവച്ച സ്നാനപ്പെട്ടു, ഗോപിനാഥനായി സ്നാനപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. സ്നാനം തടസ്സമാണെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. ആത്മാവിനാലും വെള്ളത്താലും വീണ്ടും ജനിച്ചില്ലെങ്കിൽ നീ ദൈവരാജ്യത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് പോലും കാണത്തില്ല. സത്യം മറച്ചു വെച്ചുകൊണ്ട് മാനുഷിക പ്രീതിക്ക് വേണ്ടി അനാചാരങ്ങളും ദുരാചാരങ്ങളും ജനത്തെ അടിച്ചേൽപ്പിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ, കണക്ക് നോക്കുന്ന നാളിൽ നീ എന്നെ ശരിക്കും മറുപടി കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ പണ്ടൊരു പാട്ടുണ്ട് ഇങ്ങനെ, ഞങ്ങളുടെ ഇതിനകത്ത്, കണക്കെഴുത്തിൻ പ്രമാണി വിളിച്ചു ചോദിക്കും നേരം, കണക്കെഴുത്തിൻ പ്രമാണി വിളിച്ചു ചോദിക്കും നേരം, ശരിക്കൊരു തരം നൽകാൻ നിനക്കു വല്ലതുമുണ്ടോ? ശരിക്കൊരു തരം നൽകാൻ നിനക്കു വല്ലതുമുണ്ടോ? അവസരം ഇനിയുമുണ്ടോ മനോജ? അച്ചരൻ നിനക്ക് ഈശനെ പതിപ്പാൻ അവസരം ഇനിയുമുണ്ടോ? ഇനി അടുത്ത കൊല്ലം ഈ ഒരു അവസരം ഇവിടെ ഉണ്ടാവുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. പ്രൈസ് ദി ലോർഡ്. മനോരമയിലും ദേശാഭിമാനിയിലും കേരള കൗമുദിയിലും അന്തിപത്രത്തിലും ഒക്കെ ഒരു വാർത്ത വരും. ഏഷ്യാനെറ്റിലും സൂര്യ ടിവിയിലും വാർത്ത വരും. പെന്തക്കോസുകാരിൽ ഒരു കൂട്ടരെ കാണാനില്ല, ബാക്കിയുള്ളവരൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അടിച്ചു മാറ്റിയവൻ, ദ്രവ്യാഗ്രഹി, പാരവച്ചവൻ, കാലുവാരിയവൻ, ജഡികൻ, പ്രാകൃതൻ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവൻ, വാത്സല്യമില്ലാത്തവൻ, ഉപദേശിയുടെ നെഞ്ചത്ത് കുതിര കയറിയവൻ, ഇവനെല്ലാം പൊങ്ങും. പക്ഷെ ആഞ്ഞിലിയെ തൂങ്ങിക്കിടക്കും. പ്രൈസ് ദി ലോർഡ്. ശരിയായ ശുദ്ധീകരണം പ്രാപിച്ച സകല വിശുദ്ധന്മാരും തിരുസന്നിധിയിലേക്ക് എടുക്കപ്പെടും. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ശാശ്വതമല്ലി ഭരണകൂടം ഇരുമ്പും കളിമണ്ണും ചേർന്നതല്ലോ. ശാശ്വതമല്ലി ഭരണകൂടം ഇരുമ്പും കളിമണ്ണും ചേർന്നതല്ലോ. നിത്യരാജൻ വാഴുമൻ കൂടെ തങ്ക ഗോപുര മാളികയിൽ. നിത്യരാജൻ വാഴുമൻ കൂടെ തങ്ക ഗോപുര മാളികയിൽ. ഒഴുകി ഒഴുകി ഒടുവിലെത്തും ജീവജലനദി കരയിൽ ഞാൻ. ഇവിടെ നമ്മൾ ഒഴുകിപ്പോകും വാനമേഘങ്ങളിലൂടെ. സൂര്യൻ, ചന്ദ്രസ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, ഏറിയ, ഗൾഫേറും ഒക്കെ പാപികളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. പക്ഷെ നിനക്ക് ഒരു സ്ഥലം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്.
ഇവിടെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഇരിപ്പുണ്ട്. ഈ ഡോക്ടറുടെ ഒരു ചില ശുശ്രൂഷ യേശുക്രിസ്തു ചെയ്തേച്ചാ പോയത്. ആർക്കും ഒതുക്കാൻ കഴിയാത്ത, കീഴടക്കാൻ കഴിയാത്ത ഭൂതഗ്രസ്തരായി മാനസരോഗികളായി രണ്ടുപേര് യേശുക്രിസ്തു ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടറായിട്ട് എന്ന് മിനിറ്റ് വെച്ച് അവന്മാരെ സൗഖ്യമായി ഭൂതത്തെ പന്നിക്കൂട്ടത്തിലെ ഹാൻഡ് ഓവർ ചെയ്ത് അവന്മാർ ഈസി ആയിട്ടൊന്ന് തുണി കൊടുത്ത് വീട്ടിൽ പോയി. കണ്ടോ, ദൈവത്തിന് സ്തോത്രം. 12 വർഷക്കാലമായി രക്തസ്രാവം പിടിച്ച് വൃത്തികെട്ട രോഗം ബാധിച്ച അഡ്രസ് പുറത്തു പറയാത്ത ആ സ്ത്രീ പബ്ലിക് റോഡിലിട്ട് യേശുവിന്റെ ബാഗിൽ കൂടെ ഒന്ന് തൊങ്ങലേക്ക് ഇട്ടു. അവിടെ നിന്ന് രക്തസ്രാവം. യേശു ഒരു ഗൈനിക്കോളജിസ്റ്റ് പ്രവർത്തിച്ചു. ഗെത്സമനത്തോട്ടത്തിൽ വെച്ച് ആ മഹാപുരോഹിതന്റെ ദാസന്റെ ചെവി ഒറ്റവെട്ടിന് താഴെയിട്ട മാനസാന്തരപ്പെടാത്ത പത്രോസ് ഉപദേശിയുടെ പ്രവൃത്തി കണ്ടിട്ട് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി താഴെ പോയ ചെവി കൂട്ടിയൊട്ടിച്ച് കർത്താവ് സർജനായിട്ട് മാറി. പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകൾ അറ്റാക്ക് വന്ന് മരിച്ചു. മണിക്കൂറുകളായി യേശു വീട്ടിൽ വന്നു. പത്രോസും യാക്കോബും യോഹന്നാനും ബാലയുടെ അപ്പനെ അമ്മയെ അകത്ത് കയറി. ബാക്കി 9 തള്ളിക്കയറാൻ ശ്രമിച്ചെങ്കിൽ തന്നെ യേശു നിൽക്കവിടെ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എല്ലാത്തിനെയും ദൈവം തമ്പുരാൻ അകത്ത് കയറ്റത്തില്ല. തനിക്ക് എവിടെ എത്ര പേര് സ്വർഗത്തിൽ കാണുമെന്നും ഇവിടുന്ന് പോകുമെന്ന് യേശുവാ തീരുമാനിക്കുന്നത്. ദൈവത്തിന് സഭാതലത്തിലോ കമ്മിറ്റി തലത്തിലോ സെൻട്രൽ തീരുമാനത്തിലോ ഒന്നും അല്ല തീരുമാനിക്കുന്നത്. എൻ്റെ ഒരിക്കൽ ആര് വരുമെന്ന് അരുമനാഥനാ തീരുമാനിക്കുന്നത്. സ്തോത്രം. അവനകത്ത് കയറി ആ ബാലയെ തൊട്ടു. അവർക്ക് ശ്വാസം വന്നു. ഹാർട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അത് കാർഡിയോളജിസ്റ്റ് ആയിട്ടാണ് അവൻ പ്രവർത്തിച്ചത്. സ്തോത്രം. 38 വർഷക്കാലമായി പക്ഷപാതം പിടിഞ്ഞ് ഒടിഞ്ഞു മടങ്ങി കയ്യും കാലും ജിലേബി പോലെ ഇരുന്നവനെ യേശു കിടക്കയോടെ എഴുന്നേറ്റ് പോയി നടത്തി. അത് ഓർത്തോപ്പിയുടെ എന്നാണ് പറയുന്നത്. ചെവി അടഞ്ഞ് കേൾക്കാൻ മേലാതെ എന്ന് ചോദിച്ചവനെ യേശു തൊട്ടു. അവന്റെ ചെവി കേട്ടു. അത് ENT ഡോക്ടറായിട്ട് പ്രവർത്തിച്ചു. ഇന്നും സയൻസിലൂടെ പ്രവർത്തിക്കാൻ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന നസ്രായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിടുവിച്ചു. ദൈവം നമ്മളെ സഹായിച്ചു. യേശു നമ്മളെ രക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ അവൻ സർവ്വലോകത്തിന്റെയും പാപം ചുമക്കുന്ന കുഞ്ഞാടായിട്ട് ഈ ലോകത്തിൽ വന്നു. ഇനി അങ്ങനെ ഒരു പ്രതീക്ഷ ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇത് മാറ്റിക്കളഞ്ഞേണം. ഇനി അവൻ സർവ്വലോകത്തിന്റെയും ഭരിക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹമായിട്ട് അവൻ വരാൻ പോകുകയാണ്. ഒരിക്കൽ അവൻ മരിക്കുവാനായിട്ട് ഗോൽഗൊഥാ മലയിൽ സ്വയം അർപ്പിക്കപ്പെട്ടു. ഇനിയും മരണത്തിനായിട്ട് യേശു സെക്കൻഡ് മരണത്തിന് വരത്തില്ല. ഇനി ലോകത്തെ ഭരിക്കാനായിട്ട് യേശു കടന്നു വരാൻ പോകുകയാണ്. ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഇതിന്റെ അകത്തെ ഓരോ സൂചികയും വെച്ചാണ് സയൻസ്, സ്പേസ്, ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, ഭൂമിയുടെ അധോഭാഗം, അത് ഇന്റർനാഷണൽ ഭാഗങ്ങളെല്ലാം, കപ്പലിന്റെ വഴികൾ, ഇതെല്ലാം ഈ ബൈബിളിന്റെ അകത്തുനിന്നാണ് ശാസ്ത്രജ്ഞന്മാർ ഒപ്പിയെടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഇരിപ്പുണ്ട്. അദ്ദേഹം ഈ ചില വ്യക്തികളെയൊക്കെ ഈ മയക്കാനായിട്ട് ചില പുള്ളികളെ കൊണ്ടുവന്ന ഡോക്ടറെ പുളിച്ച തെറി പറയും. പ്രൈസലോ. ഒരെണ്ണം ആ ഹൗസിങ്ങിനോട്ട് കൊടുത്തേച്ച് അവനെ അനങ്ങാതാക്കിയ പുള്ളി മരുന്ന് കൊടുക്കത്തുള്ളൂ. പ്രൈസലോ. അപ്പം ഈ അഗ്നിശ എന്ന് പറയുന്നത് ബോധം കെടുത്തുക എന്നാണ് പറയുന്നത്. ഇത് എവിടുന്നാണ് കണ്ടുപിടിച്ചത്? പ്രൈസലോ. മോഡേൺ മെഡിസിൻ അഗ്നിശ എന്ന് പറയുന്ന ആ മെഡിസിൻ കണ്ടുപിടിച്ചത് ഉൽപ്പത്തി 2:21 യഹോവയായ ദൈവം ആദാമിന് ഗാഠനിദ്ര വരുത്തി അവന്റെ വാരിയൽ വലിച്ചുരിയിച്ചാണ് ഈ വിഭാഗത്തെ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ചൂടാകുമ്പോൾ ചില അച്ചായന്മാരെ പറയുന്നതിന്റെ വാരിയലെ വലിച്ചൂരുമെന്ന്. ഊരാൻ ചെല്ലാം അന്നേരം അറിയാം പണ്ടത്തിലൊക്കെ ഇവർ പ്രബലരായിരിക്കുക. ഇവരുടെ ഭാഗത്താണ് നിയമം ഇരിക്കുന്നത്. ചുമ്മാ നോക്കി ചിരിച്ചാൽ മതി, നിന്നെ ഇവിടെ പോലീസ് ഒന്ന് പിടിച്ചോണ്ട് പോകും പറഞ്ഞേക്കാം. പ്രൈസ് ദി ലോർഡ്. കാലം കലികാലം തന്നെ. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഒരു രാജാവ് നീതിയോടെ ഭരിക്കും. പ്രിയപ്പെട്ടവരെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നോക്കണം, ഉൽപ്പത്തി 2:21 ഡോക്ടർ അത് കണ്ടുപിടിച്ചു. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യത്തിലാണ് മാംസത്തിൽ രക്തത്തിലല്ലോ ജീവൻ ഇരിക്കുന്നത്. രക്തത്തിലാണ് ജീവൻ എന്നുള്ള കാര്യം സയൻസ് കണ്ടുപിടിച്ചത് ഈ ഒരു വാക്യത്തിലൂടെയാ. അല്ലാതെ തലമുടിക്കകത്തോ എല്ലിൻ്റെ അകത്തോ പല്ലിൻ്റെ അകത്തോ കിഡ്നിക്കകത്തോ വൃക്കയ്ക്കകത്തോ അല്ല ജീവൻ ഇരിക്കുന്നത്. ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ്. ഈ രക്തം യേശുവിന്റെ രക്തം തന്നതുകൊണ്ടാണ് ഈ അശുദ്ധ രക്തം കാൽവറി ക്രൂശിൽ വെച്ച് നമ്മളെ ഓരോരുത്തരെയും യേശു ഡയാലിസ് ചെയ്തു. അശുദ്ധ രക്തം, പാപത്തിന്റെ രക്തം, കള്ളിന്റെയും കഞ്ചാവിന്റെയും ചരസിന്റെയും MDMന്റെയും താമ്പാക്കിന്റെയും അശുദ്ധ രക്തം, ആദാമ്യ പാപം നിമിത്തം ചെയ്തു പോയ ജന്മപാപത്തിന്റെയും കർമ്മപാപത്തിന്റെയും അശുദ്ധ ചോര യേശുക്രിസ്തു ഗോൽഗോഥയിൽ വെച്ച് ഡയാലിസ് ചെയ്തു. ഡയാലിസ് അല്ലേ സാറേ? ഡയാലിസ് അല്ലേ? അന്ന് പറഞ്ഞാൽ നല്ല രക്തം കയറ്റിയിട്ട് അഴുക്ക് രക്തം ഊറ്റിക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒന്നും മിണ്ടുന്നില്ല. ചിലരൊക്കെ പമ്മി ഇരിക്കുക. ഇന്ന് രാത്രി വേറെ മെസ്സേജ് വേറെയാണ് അവർ ചലിച്ചത്. അങ്ങനെയൊന്നും അല്ല. അതിൻ്റെ കാലം കഴിഞ്ഞു. എസ്തേറിൻ്റെ ചുരിദാറ്, ഫറവോന്റെ പെൺകുതിര, നെഹമ്യാവിൻ്റെ ചുടുകട്ട, ദാവീദ് ഗോലിയാത്തിലേക്ക് വന്ന കൊല്ല്, ഇതൊക്കെ പ്രസംഗിക്കുമെന്ന് ഓർത്തിരുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ചില പുള്ളിയുടെ പ്രസംഗം DL മൂടി ഇപ്രകാരം പറയുന്നു, സർജന പ്രകാരം പറയുന്നു. ഈയിടെ നാണമില്ല. അവന്മാരെന്തെങ്കിലും കിടന്ന് പറയട്ടെ. നിനക്ക് യേശുവിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഈയിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചത്, ഉപസിച്ച് പ്രാർത്ഥിച്ചത്. പ്രൈസ് ദി ലോർഡ്. മനോരമ പത്രത്തിലെ കെട്ടുകഥയും കഴിവിക്കഥയും ദാവീദ് ഗോലിയത്തിന് എറിഞ്ഞു പോകുന്ന കാര്യമൊന്നുമില്ല ഞായറാഴ്ച പ്രസംഗിക്കേണ്ടത്. ആത്മാവിന്റെ ശക്തിയോടെ ആരും പ്രാർത്ഥനയോടെ ഇരിക്കരുത്. ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചാ വന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അവന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കണം. ദൈവമേ യാതം കൊണ്ടുവരുന്നു. ഈയിടെ ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്. അവനെ കോമഡി പ്രസംഗം വായിച്ചുകൊണ്ടിരിക്കും. കോമഡി പ്രസംഗം. അവൻ വചനമല്ല, യേശുവിനെ കുറിച്ചല്ല, കോമഡി പ്രസംഗം. ദൈവത്തിന് സ്തോത്രം.
സ്തോത്രം. ഇവനെ പൊക്കിക്കൊണ്ട് നടക്കാൻ ഒത്തിരി എണ്ണം പുറകെ നടക്കുക. ദൈവത്തിന് മഹത്വം. ഇതൊന്നും സുവിശേഷമൊന്നുമല്ല. ഞാൻ അവനെക്കുറിച്ച് കാനവച്ചനോട് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഗോപിനാഥ, ഒരുത്തന്റെ പ്രസംഗത്തിൽ ക്രിസ്തുവിനെ ഉയർത്താതെയും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സംസാരിക്കാതെയും പോകുന്നുണ്ടെങ്കിൽ അവനെ സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സത്യവചനത്തെ യഥാർത്ഥമായിട്ട് ഉയർത്തണം. യേശു നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഉയർന്നിരിക്കണം. അല്ലാത്തതെല്ലാം തട്ടിപ്പാണ്, വചനത്തൊഴിലാളികളാണ്. ദുരുപദേശക്കാരനെ തിരിച്ചറിയാൻ ഈ ദിവസങ്ങളിൽ ദൈവസഭ ശരിക്കും നന്നായിട്ട് പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ബൈബിളിൽ കാണാം, ഓബദ്യ 1:4 പറയുന്നു, നീ കഴുകനെ പോലെ ഉയർന്ന നക്ഷത്രങ്ങളുടെ കൂടി വെച്ചാലും അവിടെ വെച്ച് ഞാൻ നിന്നെ താഴെ ഇറക്കും. 1969 ജൂലൈ 19 3 വെള്ളക്കാരൻ ചന്ദ്രനെ പോയി അവിടെ ലക്ഷം വീട് താമസിക്കണം അല്ല, അവന്മാരെ താഴെ ഇറക്കി ദൈവം തമ്പുരാൻ. 10 ദിവസത്തെ സാമത്തിന് വേണ്ടി ഇന്ത്യക്കാരത്തി സുനിത വില്യംസ് ആകാശത്തിലേക്ക് പോയതാ. 8 മാസം വട്ടം ഇറങ്ങിയ ചണ്ട കഴിഞ്ഞ ദിവസം കടലിൽ വന്ന് വീണു. സ്വത്രം. നീ കഴുകനെ പോലെ ഉയർന്ന നക്ഷത്രങ്ങളുടെ ഇടയിൽ സാറ്റലൈറ്റ് വെച്ചാലും എന്നാ വെച്ചാലും നിന്നെ ഞാൻ അവിടെ നിന്നും താഴെ ഇറക്കും. പ്രൈസ് ദി ലോർഡ്. ഇറാന്റെയും അമേരിക്കയുടെയും സമ്പന്ന വികസന രാജ്യങ്ങളോട് ഇരിക്കുന്ന രാസായുധങ്ങൾ സക്കറിയ 14:12 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ അവരുടെ ശവം അഴുകി വീഴും. അവരുടെ അണ്ണാക്കിച്ച് വെച്ച് തന്നെ വാ പുഴുത്തു പോകും. അവരുടെ കണ്ണ് തടങ്ങളിൽ അഴുകിപ്പോകും. കാലങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്നു രാസായുധങ്ങളെ കുറിച്ച്. ദൈവത്തിന് സ്തോത്രം. നെഹമ്യാവ് 2:4 എഴുതിയിരിക്കുന്നു. ഇന്നോവ കാറിനെ പറ്റിയും മാരുതി കാറിനെ പറ്റി ഓടിക്കൊണ്ടിരിക്കുന്ന വേണാടിനെ പറ്റിയും അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. തെരുവീതികളിൽ രഥങ്ങൾ തീപ്പന്തങ്ങളെ പോലെ ഓടുന്നു, താടുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ ഭയങ്കരമായ രീതിയിലാണ് അവിടെ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആയിരക്കണക്കിന് മുമ്പങ്ങൾക്ക് എഴുതിയ സംഭവങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായി വന്നു കഴിയുന്നു. തീർന്നില്ല. ഇടുക്കി അണക്കെട്ട്, ഇന്ത്യൻ ഗ്യാസിനെ കുറിച്ച് വരെ ബൈബിളിൽ പറയുന്നുണ്ട്. ഏതാ ഇടുക്കി അണക്കെട്ട്? ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായം 11-ാം വാക്യത്തിൽ അവർ നീരൊഴുക്കുകളെ ചോരാതൊക്കെ കൊണ്ട് അടച്ചു നിർത്തുന്നു, ഗുപ്തമായത് പുറത്തു വരുന്നു. ഭാരതപ്പുഴയിലും അതേ പെരിയാറിലും ഒക്കെ അണക്കെട്ട് കെട്ടിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് വരുന്ന വെള്ളത്തിന്റെ അകത്തുനിന്നാണ് നിന്നെ താഴെ കളയുന്ന കരണ്ട് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അവർ നീരൊഴുക്കുകളെ തടച്ചു നിർത്തുന്നു, അത് ഗുപ്തമായത് പുറത്തു കൊണ്ടുവരുന്നു. ഇനി വേറെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഗ്യാസിനെ പറ്റി അവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ വായിക്കണം. നീ സീരിയലും കണ്ട് ബ്ലൂ സ്റ്റാറിന്റെ എന്നെ ഈയിടെ ഇറങ്ങിയ ഒരു വ്യായിന്റെ പടലിൽ അതും കണ്ട് കയ്യിരിക്കുന്ന കാശും കൊടുത്ത് ആ കോമാളി പെണ്ണുമായിട്ട് മിക്സോൾ പഠിച്ച് നടക്കുക. നോക്കിക്കോണം, അടി വരുന്നുണ്ട്. അടി ഇന്ന് രാത്രി മടങ്ങി വരണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, കാറ്റിനെ തൂക്കി നോക്കുകയും വെള്ളത്തിന്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഭാരത് ഗ്യാസ് കുപ്പി ഇതിന്റെ ടാങ്കി കിടക്കുമ്പോൾ അത് വെള്ളമാണ്, അത് പുറത്തു വരുമ്പോൾ ഗ്യാസ് ആണ്. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് 28:5 ഭൂമിയുടെ അതോ ലാഭം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു, ഭൂമിയുടെ അന്തർഭാഗം ലാഭയാണെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെ തീർന്നില്ല, ഒട്ടനവധി കാര്യങ്ങൾ നടക്കുക. കോൺഗ്രസിന്റെയും BJP-യുടെയും ഇടതുപക്ഷ ജനാധിപത്യ ഭരണത്തിന്റെയും കാര്യങ്ങൾ ദാനിയേൽ പ്രവചനം 2:42 ആയിരക്കണക്കിന് മുമ്പങ്ങൾക്ക് വർഷങ്ങൾക്കും എഴുതി വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ മനുഷ്യ ബീജത്താൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും ചോദിക്കാതിരിക്കുന്നത് പോലെ അവർ യോജിക്കത്തില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ രാജാവ് ഒരു നിത്യമായ രാജ്യത്തെ സ്ഥാപിക്കും. പ്രൈസ് ദി ലോർഡ്. പേടിച്ചിരിക്കുകയാണോ? ചുമ്മാ രണ്ട് മഹത്വമൊക്കെ ദൈവത്തിന് കൊടുക്കുന്നത് നല്ലതാ. തമ്പുരാൻ കർത്താവ് നടുക്ക് വന്നിട്ടുണ്ടല്ലോ. യേശു ക്രിസ്തു നടന്നു വരുമ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ദൈവപുത്രന്മാരെ കൊടുപ്പിൻ. യഹോവയ്ക്ക് മാനവും മഹത്വവും സ്തുതിയും സ്തോത്രവും കൊടുക്കുക. ദൈവസന്നിധിയിൽ വരുമ്പോൾ മസിൽ പിടിച്ചിരിക്കരുത്. അവസാനം അങ്ങനെ അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ. പണ്ടൊരുത്തന്റെ ഇരിപ്പ് ഇരുന്നതാ. ഇരിപ്പ് അവിടെ ഇരുന്നു. ആശുപത്രി പോലും കൊണ്ടുപോകാൻ പറ്റിയില്ല. ഹെരോദാവ് ദൈവത്തിന് മഹത്വം കൊടുക്കായാൽ ദൈവത്തിന്റെ ദൂതൻ അവനെ അടിച്ചു. നല്ല ഉണർയോഗങ്ങൾ നടക്കുമ്പോൾ ഞാൻ കട്ടപ്പുറത്ത് വന്നിരിക്കുന്ന പോലെ ഓട്ടോറിക്ഷ കയറ്റി വന്നിരുന്നുണ്ടല്ലോ. നാളെ അറിയാം വിവരം. ഉച്ചയ്ക്ക് പ്രൈസ്. ഇന്നലത്തെ യോഗത്തിൽ എവിടെയോ കണ്ടല്ലോ. ഉണ്ടായിരുന്നു. ഞാനും കണ്ടായിരുന്നു. പ്രൈസലോ. ഓത്രം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. കർത്താവിൻ്റെ കൃപയാൽ നല്ല ആരോഗ്യമുള്ളവനായി BP, കോച്ച്, കൊളുത്ത്, ഷുഗർ, മധുരം, പ്രൈസല, പല്ലുകടി, കൂർക്കമ്പലി, ഉറക്കകളി ഒന്നുമില്ലാതെ ആരോഗ്യവനായി ദൈവനെ നിർത്തിയിരിക്കുന്ന രഹസ്യം എന്നതിനെ നിങ്ങൾക്ക് അറിയണ്ടേ. ദൈവത്തിന് സ്തോത്രം. ഇന്റർനാഷണൽ ഡോക്ടർമാരുടെ കോംപ്ലാനും ബൂസ്റ്റും ചവനപ്രാശം ഒന്നുമല്ല. ഞാൻ സ്നേഹിച്ചവൻ്റെ അത്യന്തമായ ശക്തി, അവൻ്റെ കരത്തിലെയും അവൻ്റെ പാദത്തിലെയും അവൻ്റെ ശിരസിലെയും മാറുവിലെ ശക്തി. എനിക്ക് വ്യായം കുന്തോന്നൊരു വിഴയൊന്നുമല്ല. പ്രൈസിലെ വ്യായം ഉണ്ട്. 2 വട്ടം ഇങ്ങോട്ട് ഇറക്കിത്താ. പ്രൈസിൽ എന്നതാ വ്യായ. ഈ ദേശത്തിലെ മന്ത്രവാദികളെ മുഴുവൻ ഇന്ന് രാത്രി ഞാൻ വെല്ലുവിളിക്കുക. നിന്റെ കയ്യിൽ എന്തെങ്കിലും മന്ത്രശക്തി ഉണ്ടെങ്കിൽ, ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ പേര് വെച്ച് മന്ത്രവാദം ചെയ്യും. എന്നിട്ട് ആ സാധനം കൊണ്ടുപോവാ. അട്ടയോ അല്ല മുട്ടയോ ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊണ്ടുവാ. ഇവിടെ വെച്ച് ഞാൻ തിന്നാം. എനിക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ നിന്നെ സ്നാനം കഴിഞ്ഞ് 10 മണിക്ക് ഞാൻ 2 പൊറോട്ടയും കഴിച്ച് ഇവിടുന്ന് പോകത്തുള്ളൂ. ചങ്കറപ്പുണ്ടേ വാ. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസിനോടാ കളി. അടിച്ചമർത്താൻ നോക്കും തോറും അടിച്ചു കയറും സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരുത്തൻ എന്നാ എടുത്തു? മോശ. ഈജിപ്തിൽ മന്ത്രവാദത്തിന് PhD എടുത്തവനാ പറവൻ. അവന്റെ കാശ് മുഴുവൻ കൊണ്ടുവന്ന മന്ത്രവാദികളാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മന്ത്രവാദികളെ അരിക്കലേക്കാണ് നമ്മുടെ മിസ്റ്റർ മോസസ് അങ്ങോട്ട് കടന്നു ചെന്നത്. ദൈവം തമ്പുരാൻ വാഴ്ത്തി കൊടുത്ത വടിയായിരിക്കുന്നത് ഈ മരമണ്ടൻ അറിഞ്ഞില്ല. അവിടെ ചെന്നപ്പം ശരിക്കൊന്ന് കളിയാക്കി. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഇവിടുന്ന് പണ്ട് പറഞ്ഞു വിട്ടതല്ലേ, ഈ വാരി കണ്ടുപോകരുത്. യഹോവയായ ദൈവം യഹോവ എന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് അയച്ചതാന്ന് പറഞ്ഞു. അങ്ങനെ മോശ പറഞ്ഞു. മോശ വിക്കനായിരുന്നു. അല്ലാതെ ടുഡേ ഐ ആം കമ്മിങ് ഹിയർ ഇങ്ങനെയല്ല പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചില തിയറിയും തോട്ട്സും ഹിസ്റ്ററിയും ഒക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, പാറ പൊട്ടിക്കുന്ന അവറായി ഊത്ത പിടിക്കുന്ന ആക്കമൊക്കെ ചോദിക്കും. പ്രസംഗമൊക്കെ വന്നു കഴിയുമ്പോൾ അമ്പര ചുംബര വിധാന വികാരങ്ങളിലൂടെ എൻ്റെ വിസ്താര പൂജിതമായി. അപ്പോൾ ചാക്കോ പേരോട് ചോദിച്ചു, എന്താ പാടി അയാൾ പറഞ്ഞത്? യേശു ക്രിസ്തു അങ്ങോട്ട് കയറിയെന്ന് പോകുന്നത്.
ആവശ്യമില്ലാത്തതൊന്നും സുവിശേഷത്തിൻ്റെ അകത്ത് വലിച്ചു കയറ്റരുത്. നാട്ടുകാർക്ക് നാടൻ പട്ടിക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പച്ച മലയാളത്തിൽ അങ്ങോട്ട് സുവിശേഷം പ്രസംഗിക്ക്, അവിടെ തിരുനാമം മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പം മോശ പറഞ്ഞു, ഞാനൊരു ജസ്റ്റ് ഒരു മിനിറ്റ് ഇരിക്കുന്ന ഒരു സൈറ്റ് കാണിക്കാനാ. പ്രൈസ് ദി ലോർഡ്. വടി താഴോട്ടു കിങ്കോബ്ര രാജവമ്പാല ഒരട്ടടി പൊക്കത്തിലിട്ട് 2 ചീറ്റ് പറവനെ നോക്കി 5 ചീറ്റി പറവൻ പറഞ്ഞു, ഇതിലും വലിയ സാധനം ഇവിടെ ഉണ്ടല്ലോ. ആരെവിടെ? 12 ഒരു ഡസൻ മന്ത്രവാദികൾ അവരിങ്ങോട്ട് വന്നു. അവരും കാപ്പി പൊട്ടി പോലൊരു സാധനം താഴോട്ടിട്ടു. 12 കട്ടപ്പളവൻ ഞാഞ്ഞൂല് അവരെഴുന്നേറ്റ് ചീച്ചി എന്ന് വെച്ചു. മോശയുടെ കിങ്കോബ്ര 12 നൂഡിൽസ് പോലെ വലിച്ചകത്താക്കി. അവന്റെ സൂക്കേടും തീർന്നു. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്തിന്റെ ശക്തിയോട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നവരോടും വിശുദ്ധിക്ക് നിൽക്കുന്നവനെയും തൊടാൻ ചെയ്യുന്നവരെ അനുവദിക്കത്തില്ല. തൊട്ടവനൊക്കെ ഊര പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. വളാശാരി ഉപദേശങ്ങളെല്ലാം കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഭയങ്കര സ്റ്റേജും വേദി വെക്കുക. അയാൾ എന്നെ പോലുള്ള ഭയങ്കര ചൂടനാണ്. എന്നോട് പറഞ്ഞു, നമുക്ക് ഇന്നടത്താ. ഞാൻ പറഞ്ഞാൽ പോയേക്കാം. പ്രൈസ് ദി ലോർഡ്. നടത്തി അയാൾ പ്രസംഗം ആരംഭിച്ച എന്നായിരുന്നറിയാവോ? സ്റ്റേജിന്റെ പുറകിൽ കൊണ്ട് നിർത്താൻ പടക്കം പൊട്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. അയാൾ 2 അടി പൊക്കത്തി പോകുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ പ്രവചനമായിരുന്നു. പടക്കം പൊട്ടിച്ചവന്റെ വയറ് 2-3 പ്രാവശ്യം പൊട്ടും. മേടിച്ചു കൊടുത്തവന്റെ നെഞ്ചത്തൂടെ ലോറി ഇറങ്ങും. ആസൂത്രണം ചെയ്തവൻ വെള്ളം ഇറങ്ങാതെ മരിക്കും. ഒരു ജോർജ് കുട്ടി ഞാൻ ഓടി വന്നു, അയ്യോ എന്നോടൊന്നും പറയരുതെന്ന് പറഞ്ഞു. എങ്കിലും ജോർജ് കുട്ടി മരിക്കുമ്പോൾ കരിയോയിൽ അടിച്ച പോലെ ആയിരുന്നു ജോർജ് കുട്ടിയുടെ മുഖം വരുന്നത്. മറ്റേത് 3 അതുപോലെ തന്നെ. മത്തായി 14 കൊല്ലം വെള്ളം സ്പൂൺ കൊണ്ട് കുത്തി ഇറക്കുകയായിരുന്നു. മറ്റവൻ മദ്രാസിൽ പോയി പച്ചക്കറി ലോറി ഇറങ്ങി അവൻ തീർന്നു. മറ്റവൻ ഒരുത്തൻ സായിപ്പിന്റെ ആശുപത്രി ഡോക്ടർ സർജൻ 3 പ്രാവശ്യം വയറ് കുത്തി കെട്ടി കുറ്റപ്പുഴ കാല കയറിയവൻ കുടലും പണ്ടയും കിഡ്നിയും വൃക്കയും കയ്യിലിരുന്ന തീപ്പെട്ടിയും വീടിയെല്ലാം കൂടെ താഴെ. സ്തോത്രം. തീർന്നില്ലേ? വടി കൊടുത്ത് അടിമേടിച്ചതാ. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ എതിർക്കുന്നവൻ തകർന്നു പോകും. ദൈവത്തിന് മഹത്വം. അല്ല, സുഖിപ്പിക്കുന്ന കാലഘട്ടങ്ങളല്ലായിരുന്നു. ആ യോഗത്തെ അനവധി പ്രശ്നപ്പെട്ടു. അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് ആ വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ച 16 വരെ ഞാൻ മണിമലയാറ്റി ഒറ്റയടിക്ക് സ്ഥാനപ്പെട്ടു. ഒറ്റ മാസം കൊണ്ട്. അത് 2 IPCയിലെയും ചർച്ചക്കൂടിലെ പാസ്റ്റർമാരുണ്ട്. അവന്മാർ എന്നെ പിടിച്ചു. ഇവനെ തല്ലണം, ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞു. അന്ന് രാത്രി എന്നോട് ദൈവം പറഞ്ഞു, ഇവിടുന്ന് രക്ഷപ്പെട്ടവന്മാർ കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ ജീവനം കൊണ്ട് പമ്പ കിടന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി ഒത്തിരി ഓടി അധ്വാനിച്ചു. പാസ്റ്റർ VFMB ന്യൂ ഇന്ത്യ ചർച്ചക്കൂടിന്റെ സഭാചരിത്രം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തന്റെ കാര്യം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കണം. 175-ാമത്തെ പേജിൽ അതിൻ്റെ എഴുതിയിരിക്കുന്നത്, ഒരു 32 പരം വർഷങ്ങൾക്ക് മുമ്പ് 25 സഹോദരിമാരെ ചേർത്തല അന്ധകാരനടിയിൽ സുവിശേഷ വിരോധികൾ തടഞ്ഞു വെച്ചു. ഞങ്ങൾ ഇവിടുന്ന് 10-25 ഉപദേശിമാരി ചെന്നു. വണ്ടിക്കകത്ത് ആരും ഇറങ്ങിയില്ല. എങ്ങനെ പോകും? ചെല്ലുന്നവരെല്ലാം തല്ലാൻ അവർ തയ്യാറായി നിൽക്കുക. അന്നേരം ദൈവം എന്നോട് പറഞ്ഞു, വേഷം മാറുക. ഞാൻ ഷാൻഡും ഷർട്ടും വണ്ടിക്കകത്ത് തൂക്കി വെച്ച് അടുത്ത ജൗളികളെ കയറി ഒരു കൈലി ഒരു ബനിയൻ ഒരു തോർത്തും മേടിച്ചു. തോർത്ത് തലയിൽ കെട്ടി കൈലി ഉടുത്തു. ബനിയനെല്ലാം ഇട്ട് ഇവരുടെ നടുവിലൂടെ കടന്നുപോയി. അതിലൊരുത്തം പറഞ്ഞു, ഇവനെ ഇവിടെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. സ്തോത്രം. ധൈര്യമായിട്ട് പോയി. ദൈവം പറഞ്ഞതല്ലേ പോകാതിരിക്കാൻ പറ്റും. ദൈവം പോയി. അവിടെ ചെന്ന് സഹോദരിമാർ എന്നെ കണ്ടപ്പോഴത്താണ്, അയ്യോ ഞങ്ങളുടെ ചേട്ടൻ പിന്മാറ്റത്തിൽ പോയി. ഞാൻ പറഞ്ഞു, മിണ്ടാതിരിക്കുക, ഞങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാ, അതുകൊണ്ട് ഇല്ലേ വരണ്ട, അവർ ഉപദ്രവിക്കും, സമുദ്രതീരം വഴി നടന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവരെ അതുവഴി പറഞ്ഞു വിട്ട് അവരുടെ മുമ്പിൽ കൂടെ വന്ന് അതുങ്ങളെ 25 പേരും രക്ഷിച്ചു. ആ ചരിത്രം എൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായോ? 1 രൂപയ്ക്ക് പോലും ഞാൻ കള്ളം പറയത്തില്ല, ഒരുത്തൻ്റെ അടിച്ചു മാറ്റാൻ പോകത്തില്ല. സ്തോത്രം. ഇത്രയും വർഷങ്ങളായിട്ട് ലക്ഷങ്ങളുണ്ടായി. എനിക്കറിയത്തില്ല എത്ര മാത്രം രൂപ ഉണ്ടാക്കിയെന്ന്. 1 സെന്റ് ഭൂമി പോലും എൻ്റെ കയ്യിലില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവം ജോലി ചെയ്ത് കിട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. സുവിശേഷ വേലയുടെ മറവിൽ ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ല. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദമാണ് എൻ്റെ വീണ് കിട്ടിയ അന്നത്തെ അകൃപ. ദൈവത്തിന് സ്തോത്രം. ആരോഗ്യമുള്ള ശരീരവും ആത്മാവിന്റെ ശക്തിയും കറ തീർന്ന സുവിശേഷവും ഒരുത്തൻ്റെ മുമ്പിലും തല താഴ്ത്താതെ പ്രസംഗിക്കാൻ ദൈവം ഇന്ന് വരെ ഭാഗ്യം നൽകി. അവന്റെ പൊന്നുനാമം മഹത്വപ്പെടുവാറാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓതിയാലും, ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓതിയാലും, പ്രാണനാഥൻ പോയതായ പാദമതി, പ്രാണനാഥൻ പോയതായ പാദമതി. അവനാണ് നമ്മുടെ പക്ഷം. മോദം വാർത്തലത്തിൽ ജീവിക്കുന്ന, മോദം വാർത്തലത്തിൽ ജീവിക്കുന്ന. കാലം തികഞ്ഞു. ദൈവരാജ്യം സമീപിച്ചേൽക്കിയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ ഫസ്റ്റ് മെസ്സേജിൽ അദ്ദേഹം പ്രസ്താവിച്ച പ്രസംഗത്തിൽ 3 കാര്യങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1, കാലം തികഞ്ഞ് ദൈവരാജ്യം മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. 1 മാനസാന്തരം. 2 സുവിശേഷം അംഗീകരിക്കണം. 3 വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെട്ടവൻ സ്വർഗ്ഗത്തിൽ പോകത്തില്ല, അവൻ സുവിശേഷം അംഗീകരിക്കണം. സുവിശേഷം അംഗീകരിച്ചവൻ മാനസാന്തരപ്പെടുന്നവൻ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. സുവിശേഷം അംഗീകരിച്ചു, മാനസാന്തരം ചെയ്തു, പക്ഷെങ്കിൽ വിശ്വാസമില്ലെങ്കിൽ അവനും പോകത്തില്ല. സ്തോത്രം. മേരിക്കുട്ടി ദുബായിലേക്ക് പോകാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ഇമിഗ്രേഷൻ കൗണ്ടറിൽ ചെന്നു. ഉടനെ അവിടുത്തെ ഓഫീസർ പറഞ്ഞു, ടേക്ക് യുവർ പാസ്പോർട്ട്. പാസ്പോർട്ട്, വിസ, ടിക്കറ്റ്. ടിക്കറ്റ് എടുത്തില്ല. ഇറങ്ങി പോകാൻ പറയും. പ്രൈസ് ദി ലോർഡ്. അവരെ കേസ് കെട്ട് രാവിലെ വന്നോളും.
ദൈവത്തിന് മഹത്വം. ഡോക്യുമെന്റ്സ് ശരിയല്ലെങ്കിൽ നീ സ്വർഗരാജ്യം കണി കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നേ മാനസാന്തരം ഉണ്ടായിരിക്കണം. വിശ്വാസത്തിൽ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിലേക്ക് നോക്കണേ. ഈ യേശു എന്ന് പറയുന്ന ആള് ചുമ്മാ അങ്ങോട്ടൊന്ന് വലിഞ്ഞു കയറി വന്നോ, മറ്റേ കട്ടുകാരൻ പറയുന്ന പോലെ കാശ്മീർ വഴി വന്ന ആളൊന്നുമല്ല. അവന് വീടും വീട്ടുകാരും ആളും ആൾക്കാരും രാജ്യവും രാജ്യത്വവും ദൂതന്മാരും ഒക്കെ ഉള്ള ഒരാളാണ് യേശു ക്രിസ്തു. സ്തോത്രം. എൻ്റെയൊക്കെ പിതാക്കന്മാർ, നിങ്ങളുടെയൊക്കെ പിതാക്കന്മാരെ എന്ന് പറഞ്ഞാൽ കുറിയാക്കോച്ചൻ്റെ, ചാക്കോച്ചൻ്റെ, ഏബ്രഹാമിൻ്റെ, അത്രയും 4-5 എണ്ണമൊക്കെ അറിയത്തുള്ളൂ. പിന്നെ ഉള്ളവരോട് ചോദിച്ചാൽ പറയും എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്കങ്ങ് അറിയത്തില്ല. എന്നാൽ യേശുവിനെ കുറിച്ച് വരും. അബ്രഹാമിൻ്റെ മകനായ, ഇസഹാക്കിൻ്റെ മകനായ, യാക്കോബിൻ്റെ മകനായ, യഹൂദയുടെ മകനായ, പേരസിൻ്റെ മകനായ, യോസ്രോൻ്റെ മകനായ, അരാബിൻ്റെ മകനായ, അബീനദാബിൻ്റെ മകനായ, നഗസോൻ്റെ മകനായ, സൽബോൻ്റെ മകനായ, ബോവസിൻ്റെ മകനായ, ഓബിദിൻ്റെ മകനായ, ഇശയുടെ മകനായ, ദാവീദിൻ്റെ മകനായ, സലോമോൻ്റെ മകനായ, രഹബ്യാവിൻ്റെ മകനായ, അബിയാവിൻ്റെ മകനായ, ആസയുടെ മകനായ, യോശാബത്തിൻ്റെ മകനായ, യോദാവിൻ്റെ മകനായ, ആകാശിൻ്റെ മകനായ, ഹിസ്കിയാവിൻ്റെ മകനായ, മനശ്ശയുടെ മകനായ, സെയ്ദിയേലിൻ്റെ മകനായ, സെരുബ്ബാബേലിൻ്റെ മകനായ, അബിഹൂദിൻ്റെ മകനായ, ആസൂദിൻ്റെ മകനായ, സോദ്യോക്കിൻ്റെ മകനായ, ഏലിയാസറിൻ്റെ മകനായ, മസ്താൻ്റെ മകനായ, യാക്കോബ് 42 തലമുറ അച്ചും പുള്ളിയായിട്ട് അടിച്ചു വെച്ചിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് യേശു ക്രിസ്തുവിനെ അറിയത്തില്ല. നീ എലിയേലും പോകും അറിഞ്ഞ് ഞങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം തമ്പുരാൻ നടത്തി, എന്നെയും നിങ്ങളെ നടത്തി. ഇനി ഒരു പുതിയ നടത്തിപ്പ് തമ്പുരാൻ കർത്താവ് നമുക്ക് തരാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ഫോട്ടോ ഏതെങ്കിലും പോസ്റ്ററിലോ കള്ള് ഷാപ്പിന്റെ പുറകിലോ ഓട്ടോയുടെ പുറകിലോ സമുദായ പള്ളിയുടെ ഫ്രണ്ടിലോ കണ്ടിട്ട് ആരെങ്കിലും മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? സെന്റ് മേരി ബേബി യേശുവിനെയും വെച്ചുകൊണ്ട് ഇങ്ങനെ മിൽക്ക് കൊടുക്കുന്നത് കണ്ടിട്ട് ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും പള്ളിയിലെ വെടിക്കെട്ട് കണ്ട് വാണം പൊട്ടുന്നതും പൂത്തിരി കറങ്ങുന്നതും കണ്ട് ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? സ്തോത്രം. ഇതൊന്നും മനുഷ്യനെ രക്ഷയിലേക്ക് നടത്തുന്നതല്ല, അവനെ അവസാനിപ്പിക്കാനായിട്ട് സാത്താൻ പടച്ചു വിട്ട ചില കാര്യങ്ങളാണ്. എന്നാൽ വചനം കേട്ടവരുടെ മേലെ ആത്മാവ് വന്നു. ദൈവവചനത്തിന് മാത്രമേ ഒരു വ്യക്തിക്ക് ആന്തരിക രൂപാന്തരം നൽകാൻ മകത്തുള്ളൂ. വചനം നിങ്ങൾക്ക് ശുദ്ധിയുള്ളതാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ മൂന്നാമതായി വായിച്ച വാക്യം ഇതാണ്, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു 1 തിമോഥെയോസ് 1:15. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം തന്നെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരു നത്തോലിയോ കട്ടപ്പളവനോ ഈനാമ്പേച്ചിയോ യേശുവിൽ വിശ്വസിച്ചില്ലെന്ന് പറഞ്ഞ് ഞങ്ങളൊരു വലിയ മൈൻഡ് കൊടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കേരള മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ പറഞ്ഞു, സാഹോദര്യ സ്നേഹവും ഐക്യതയുള്ള ഒരു വലിയ തലമുറയ്ക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. ദൈവത്തിന് സ്തോത്രം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്തനായ സാരഥി സുകുമാർ അഴീക്കോട് പറഞ്ഞു, ക്രിസ്തു രക്ഷിതാവ, തന്നെ രക്ഷിക്കാൻ ഒരുത്തനും നോക്കേണ്ട, പ്രസ്തുത തന്നാൽ നാം രക്ഷിതരായി തീർന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. കാറൽ മാർക്സ് പറഞ്ഞു, ക്രിസ്തു മതത്തിൽ സാക്ഷാൽ വിശുദ്ധൻ സാധാരണ ജനത്തിന്റെ ജീവന് വേണ്ടി തന്റെ പ്രാണനെ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ആ അറിവുള്ളവരും വിവരമുള്ളവരും തലച്ചോറുള്ളവരും പറയുമ്പോൾ മറ്റുള്ളവർ കേൾക്കാനുള്ള ഈ ദിവസങ്ങളിൽ നീ അറിഞ്ഞ സത്യത്തിൽ നിലനിന്ന് കർത്താവിനെ പ്രസംഗിക്കുക എങ്ങനെയാണെന്നറിയാവോ? പ്രൈസ് ദി ലോർഡ്. കായക്കച്ചവടക്കാരനും വണ്ടിയെ ടിക്കറ്റ് കൊടുക്കുന്നവരും മനോപത്രം വായിക്കുന്നവരല്ല, ആത്മാവിന്റെ ശക്തിയോടെ യേശു ഗലീലയിലേക്ക് മടങ്ങി ചെന്നത്. അതേ ഫോഴ്സോടെ ഗലീലയിലേക്ക് യോർദാൻ വിട്ട് മടങ്ങിയത്. യേശു ആത്മാവിന്റെ ശക്തിയോടെയാണ് വചനം പ്രസംഗിച്ചത്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ അവിടെ ചെന്നിട്ട് കായക്കച്ച മനോരമപത്രം എന്ന് വായിക്കുന്നവരല്ല. കുട്ടിക്കാനത്തെ അവിടെ ഉണ്ടായി 4 പേർ മരിച്ചു, താഴെ വീണു, അവിടെ 4 പേർ കൊക്കയിൽ വീണു, 3 ഡെഡ് ബോഡി കിട്ടി. ഇതല്ല സുവിശേഷം. ദൈവത്തിന് സ്തോത്രം. ദൈവശക്തി പ്രാപിക്കണം. ദൈവശക്തി പ്രാപിക്കണം. അത്യന്തമായ ശക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ തന്റെ അധരത്തോടും ആത്മാവോടും ശക്തിയോടും നാക്കിനോടും ജ്ഞാനത്തോടും ജയിക്കാൻ ആർക്കും സാധ്യമല്ല. ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തു തരുന്ന ജ്ഞാനത്തെയും ആത്മാവിനെയും കടത്തിവെട്ടാൻ ആർക്കും സാധ്യമല്ല. ഒരു ജീവനെ രക്ഷിക്കാനായിട്ട് ഒരു ഡോക്ടർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഒരു ജീവനെ രക്ഷിക്കാൻ ഒരു മാനസിക രോഗിയുടെ ഒരു കുതിരവട്ടത്തോ ഊളംപാറയിൽ ഒരു വട്ടൻ്റെ അടുത്തേക്ക് നമ്മുടെ ഡോക്ടറെ ഇറക്കി വിടുക. ഡോക്ടർ അവിടെ ഇഞ്ചക്ഷൻ കൊടുത്തു, ഇതെടുത്തു, പൾസ് നോക്കി, എല്ലാം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. 17-ാം തീയതി തുടങ്ങിയ ചികിത്സയാണ്. 23-ാം തീയതി പുള്ളിയുടെ ശവടക്ക് കഴിഞ്ഞു. രക്ഷിക്കാൻ പറ്റിയില്ല. പുള്ളി ആവോളം ശ്രമിച്ചു രക്ഷിക്കാനായിട്ട്. ഒരു പരിധിയുണ്ട്. സ്തോത്രം. ഒരു പട്ടാളക്കാരന് പാകിസ്ഥാൻ നിന്നെ വെടിവെച്ച് കൊല്ലാതിരിക്കാൻ ഇന്ത്യൻ പട്ടാളക്കാരൻ ഒരു പരിധി വരെ നിന്നെ രക്ഷിക്കാൻ സാധിക്കും. പക്ഷേ ഗ്യാരണ്ടിയില്ല. സ്തോത്രം. കഴുത്തിൽ തൂക്കുകയറ വീഴാതിരിക്കാൻ ഒരു വക്കീലിനെ നുണ പറഞ്ഞ് നിന്നെ കോടതിയിൽ പല രീതിയിൽ നിന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാം. പക്ഷേ രക്ഷപ്പെടണമെന്നില്ല. പക്ഷെ ഒരുത്തന്റെ അടുത്ത് വന്നാൽ പൂർണ്ണ വിജയം നിനക്ക് ഉറപ്പാ. താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി സദാപക്ഷപാതം ചെയ്യുന്നവനും അവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവൻ പ്രാപ്തനാണ്. അവനുള്ള കപ്പാസിറ്റിയും പവറും ഉള്ളവനാണവൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ്റെ ഒരിക്കലെന്ന് നമ്മൾ രാത്രികാലം വന്നിരിക്കുന്നത്. നീ എവിടെ പോയാലും അവൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ വരും. ദൈവത്തിന് സ്തോത്രം. ലോകത്തെയും ലോകത്തുള്ളതിനെ സ്നേഹിക്കരുത്. എപ്പോഴും ഊർജ്ജസ്വലതയോടെ ഇരിക്കണം. ദുഃഖമുണ്ട്, ഭാരമുണ്ട്, പ്രയാസങ്ങളെല്ലാം നമുക്ക് തരും. അതുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ മുറുക്കിയിരിക്കത്തുള്ളൂ. അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിവിക്കും. അവൻ എന്നെ പറ്റിച്ചേച്ചു പോകണം, ഞാൻ അവനെ ബന്ധിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പറ്റിക്കുന്നവരുടെ വലിയൊരു ഗണം വന്നുകൊണ്ടിരിക്കുമ്പോൾ പറ്റിയിരിക്കുന്ന ജനമേ, പ്രാർത്ഥിക്കുന്ന ജനമേ, ഇന്ന് രാത്രി ഒരു നല്ല രൂപാന്തരപ്പെട്ട ഹൃദയം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ സർവ്വശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ കരങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ രാഷ്ട്രപിതാവിന്റെ മരണം നമ്മുടെ ഭാരതത്തിന് വലിയ നഷ്ടം തന്നെ. മഹാത്മാഗാന്ധിയുടെ മരണം വലിയ നഷ്ടമായിരുന്നു. പ്രേം നസീറിന്റെ മരണം സിനിമാ പ്രേമികൾക്ക്, സീരിയൽ പ്രേമികൾക്ക് വലിയ നഷ്ടമായിരുന്നു. കാട്ടുകള്ളൻ വീരപ്പന്റെ മരണം കള്ളന്മാർക്ക് നഷ്ടമായിരുന്നു. ജോൺ എഫ് കെന്നഡിയുടെ മരണം അമേരിക്കയ്ക്ക് നഷ്ടമായിരുന്നു. ഡയാനയുടെ മരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നഷ്ടമായിരുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ മരണം ഇന്റർനാഷണൽ കോൺഗ്രസിന് വലിയൊരു നഷ്ടമായിരുന്നു.
പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ മരണം ഒരു നഷ്ടമല്ല, ഒരു വലിയ ലാഭത്തിലാണ് പെന്തക്കോസ്തുകാരൻ ചെന്ന് വീണത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് വലിയൊരു ലാഭവുമാകുന്നു. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളോ, ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളോ, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ, മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കഷ്ടതയും പട്ടിണിയും ഏറിടും നേരം, കഷ്ടതയും പട്ടിണിയും ഏറിടും നേരം, മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന, മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. പരിഹാസം ചൊല്ലി ശത്രു പരിഹാസം ചൊല്ലി ശത്രു നേർത്തു വരുമ്പോൾ, ആമേൻ സ്വന്തം മാറി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, ആമേൻ ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുന്നു. ദൈവത്തിന് മഹത്വം. ഇനി നമ്മൾ തമ്മിൽ കാണുമെന്ന്, നിങ്ങൾ തമ്മിൽ കാണുമെന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ലോകം ഒരു സിനിമാശാലയാണ്. ഇതിന്റെ സംവിധായകൻ സർവേശ്വരനായ നമ്മുടെ ദൈവമാണ്. പ്രകൃതിയുടെ നിർമ്മിതാവാണ്. ഇതിനകത്തെ നടീ നടന്മാർ ആണ് നമ്മൾ ഓരോരുത്തരും. ഇതിനകത്തെ നായകൻ ക്രിസ്തു, നായിക ദൈവത്തിന്റെ സഭയാണ്. കൃപായുഗത്തിന്റെ അവസാനം നായകൻ സ്വർഗത്തിൽ നിന്ന് വന്ന് നായികയെ വില്ലനെ, ഇതിനകത്തെ വില്ലൻ സാത്താനാണ്. കൃപായുഗത്തിന്റെ അവസാനത്തിങ്കൽ കൃപയുടെ നായകനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മണവാളനായി സ്വർഗത്തിൽ നിന്ന് വന്ന് തന്റെ സഭയാം കാന്തയെ ചേർക്ക് വില്ലനെ വകവരുത്തി സഭയെ കൊണ്ടുവന്നതിനോട് ഇതിന് തിരശ്ശീല വീഴുകയായി. പിന്നെ ഇവിടെ യോഗങ്ങളില്ല, പരസ്യയോഗങ്ങളില്ല, ട്രാക്ട് കൊടുക്കുകയില്ല, TV പ്രഭാഷണമില്ല, പാട്ടുകാരില്ല. ഇതെല്ലാം അടിച്ചു മാറ്റാൻ നാട്ടുകാർ ഓടിക്കൂടും. കൊണ്ടുപോകട്ടെ. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത്രയും നല്ലവനായ ഒരു ദൈവത്തെ നമുക്ക് അറിയുവാനും കാണുവാനും സ്നേഹിക്കാനും ദൈവമായ കർത്താവ് ഭാഗ്യം നൽകി. പ്രൈസ് ദി ലോർഡ്.